പ്രൈസ് ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ മനോഹരമായ രാത്രിയുടെ നിശബ്ദതയ്ക്കായി മൂതവനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യ വിസ്തൃതിക്ക് അധ്വാനിക്കുന്ന അഭിഷക്തന്മാരായ കർത്തൃദാസന്മാർക്കും ദൈവവചന കേൾവിക്കായി വന്നിരിക്കുന്ന എല്ലാ സദസ്യന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഈ ഉച്ചഭാഷയുടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ മാന്യ കേൾവിക്കാർക്കും ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷി നിമിത്തം ഈ രാത്രി നിങ്ങളുടെ മധ്യയായിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ അവസരമായി ഞാൻ കർത്താവിന് വാഴ്ത്തലർപ്പിക്കുന്നു. കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളുണ്ടായിട്ടും ഇത്രയും ദൈവമക്കളിലൂടെ വന്നല്ലോ. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോക്കൽ സഭയുടെ സുഷൻ അനുഗീതനായ ദേവദാസൻ പാസ്റ്റർ ടിജു ചാക്കോ അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷൻ പാസ്റ്റർ റജിമോൻ, ഈ സ്റ്റേജിലുള്ളവരുടെ പേരാണ് ഞാൻ വായിക്കുന്നത്. പാസ്റ്റർ ഷാജിമോൻ, പാസ്റ്റർ പി കെ ജോൺസൺ, പാസ്റ്റർ സന്തോഷ് ജോർജ്, വളരെ അനുഗീതരായ അനേക ദൈവദാസന്മാരുടെ ഉണ്ട്. പാസ്റ്റർ കോശി പാസ്റ്റർ ഞങ്ങളുടെ ലോക്കൽ സഭയുടെ പാസ്റ്ററായിരുന്നു. പി എ ബാബുച്ചാനെ കാണാൻ കഴിഞ്ഞല്ലോ. ഇവിടെ മനോഹര ഗാനങ്ങൾ ആലപിക്കുന്ന അനുഗ്രഹീത ഗായക സംഘത്തെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഡിസ്ട്രിക്ട് കൺവെൻഷൻ്റെ പ്രതീതി ഇത്രയും ദൈവദാസന്മാരോട് ഇരിക്കുമ്പോൾ ഈ രാത്രി നമുക്കൊന്നിച്ച് ആയിരിക്കാൻ ദൈവം കൃപ നൽകി. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കൈ ഉയർത്തി വാ തുറന്ന ശക്തി. യെസ്, ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സഭയാണ് കരിങ്കുറ്റിക്കൽ സഭ. ഞാൻ പറയാതറിയാം. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സാലി, ഞാൻ എങ്ങും വേദികളിലൂടെ പേര് പറയാറില്ല, ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല. അവളുടെ 11ാമത്തെ വയസ്സിലാണ് അവളുടെ അമ്മ നിത്യതയിൽ ചേർക്കപ്പെടുന്നത്. അവിടെ ഇവിടെ വച്ചായിരുന്നു. അതുകൊണ്ട് ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഒത്തിരി ഓർമ്മകൾ ഈ സഭയുണ്ട്. അവളുടെ പിതാവ് പാസ്റ്റർ സി വി തോമസ് ഇവിടുത്തെ ശുശ്രൂഷകനായി. ഞാൻ ലോകത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ടോ ഇവിടുത്തെ ദൈവമക്കൾ ഒരു പ്രത്യേകതയുണ്ട്, കാണുകയും സംസാരിക്കുകയും ചെയ്യും. എന്തോ ഒരു സ്നേഹമാണെന്നറിയാം. അന്നുള്ള ചിലരെ ഇന്നിപ്പോൾ ഉള്ളൂ, എങ്കിലും ആ സ്നേഹം ഞങ്ങൾ മറക്കില്ല. ഞാനിവിടെ പലവട്ടം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ഭാര്യ ഒരിക്കൽ അമ്മയുടെ അടക്കിയ സ്ഥലം കാണണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നുകൊണ്ട് കാണിച്ചു. അങ്ങനെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നൊരു സഭയാണ് ഈ സഭ. സഭയിൽ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നതിൽ സന്തോഷമുണ്ട്. കാലാവസ്ഥയുടെ പ്രതികൂലമുണ്ടെങ്കിലും നിങ്ങൾ ഏകാഗ്രതയോടെ ഇരിക്കണം. ഞാൻ ഇറങ്ങിയപ്പോൾ വിചാരിച്ച് കൺവെൻഷൻ നടക്കില്ല എന്ന് പാസ്റ്ററോട് ചോദിച്ചാൽ വരണമെന്ന്. കാരണം അത്ര ശക്തമായിരുന്നു. റോഡിലോട്ട് വീട്ടിലോട്ട് ഇറങ്ങാൻ കഴിയാത്ത അതിഭയങ്കരമായ മഴയായിരുന്നു. എങ്കിലും ഇവിടെ വന്നെത്താൻ കഴിഞ്ഞു. നമുക്ക് ദൈവമക്കൾക്ക് ഇവിടെ വന്നെത്താൻ കഴിഞ്ഞല്ലോ. ഈ രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിപ്പാൻ വളരെ പ്രാർത്ഥന ഉണ്ടായിരിക്കാം. ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് ഇങ്ങനെ ഓട്ടമാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് രാവിലെ ഞങ്ങളുടെ മാസയോഗമുണ്ടായിരുന്നു. അവിടെ പ്രസംഗിച്ച് 1 മണിക്കൂറിലധികം. നാളെ രാവിലെ സഭായം കഴിഞ്ഞ ഉടനെ എനിക്ക് വടക്കാഞ്ചേരി പാലക്കാടിനടുത്ത് പോകണം. കാരണം തിങ്കളാഴ്ച അവിടെ ഒരു കല്യാണം നടത്തണം വടക്കാഞ്ചേരി. അപ്പം ഈ യാത്രകളുടെ ഇടയിലാണ്. ദൈവമക്കളായി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഇപ്പോൾ വായിച്ച് സഹായിക്കുന്നതാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നതാണ്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരായിരിക്കണം. ഒരു നിമിഷം എടുക്കണം, കിടക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ രാത്രിയുടെ നിശബ്ദതയ്ക്കായി വാഴ്ത്തുന്നു. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ വാഴ്ത്തുകയാണ്. ഈ വായിച്ച വേദഭാഗത്തോടെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ രാത്രിയിൽ വിദൂരതയിൽ ഈ ലൈവിലൂടെയൊക്കെ ഞങ്ങളെ കേൾക്കുന്നവരെ ഓർത്ത സ്തോത്രം. പരിശുദ്ധാത്മാവ് അവരോടെല്ലാം സംസാരിക്കണമേ. ജനം വിടുവിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തികളെ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. അവിടുത്തെ കരം ഇന്ന് രാത്രി ഞങ്ങളെ തൊടുവാൻ പോകിയാൽ സ്തോത്രം.
ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ട നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശുദ്ധ വേദപുസ്തകം 2 അവസാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 1 ലോകാവസാനം, 2 ജീവാവസാനം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ഇതവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കും നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി ഇത് എഴുതിയിരിക്കുന്നു. ഇബ്രായ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യം പറഞ്ഞു, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുക. അപ്പോൾ 1 ജീവാവസാനം, 2 ലോകാവസാനം. ഈ ജീവാവസാനം നമുക്കറിയാം, പക്ഷെ ലോകാവസാനം ഇതുവരെ കണ്ടില്ല. ഈ ലോകാവസാനം ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു നേതാവല്ല, പോഷ്കു പറയാത്തവനും അതിനാവശ്യമില്ലാത്തവനുമായ നസ്രയനായ യേശുവാണ്. യേശു പറഞ്ഞതുകൊണ്ടത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ ശക്തിയോടെ സ്തോത്രം. കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. തമ്പുരാൻ നിന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ദൈവം തമ്പുരാൻ നിന്നോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യം ഒന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകയാൽ അത് സംഭവിക്കുന്നു വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളും നടിച്ച് വായം തുറന്ന് ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ പറ, എന്റെ ദൈവം പറഞ്ഞെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അരികിൽ വന്ന് ശിഷ്യന്മാർ ചോദിച്ചു, മത്തായി സുവിശേഷം 24:3, നിന്റെ വരവിനും ലോകാവസാനം, നിങ്ങളൂടെ പറയണേ, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? അപ്പോൾ യേശു കർത്താവ് ലോകാവസാനം ഇല്ലെന്നല്ല പറഞ്ഞത്. പ്രസന്റിൽ 10 അടയാളങ്ങൾ കർത്താവ് പറഞ്ഞു. അനേക കള്ളക്രിസ്തുകൾ എഴുന്നേൽക്കും, നിങ്ങൾ യുദ്ധങ്ങളെ യുദ്ധശ്രീയും കുറിച്ച് കേൾക്കും, ജാതി ജാതിയോടും രാജ്യം രാജ്യം എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും ജാതികളും ഉണ്ടാകും, അധർമ്മം പെരുകും, അനേകരുടെ സ്നേഹം തണുക്കും, രാജ്യത്തിന് സുവിശേഷം എല്ലായിടവും പ്രസംഗിക്കപ്പെടും, സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങളുണ്ടാകും, മനുഷ്യർ പേടിച്ച് നിർജീവന്മാരാകും, ആകാശ ശക്തികൾ ഇളകും. ഇങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, അപ്പോൾ അവസാനം വരും. അപ്പോൾ അവസാനം വരും. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് 7 ഉമ്മകൾ കർത്താവ് പറഞ്ഞു. അവിടെ 3 പ്രാവശ്യം അങ്ങനെ തന്നെ ലോകാവസാനത്തിലും സംഭവിക്കും, അങ്ങനെ തന്നെ ലോകാവസാനം സംഭവിക്കും 3 പ്രാവശ്യം കർത്താവ് പറഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ അന്ത്യ കൽപ്പന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? മത്തായി 22:18, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി പറഞ്ഞാട്ട് സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിലാകപ്പെടും. അടുത്തത് ഞാനോ, പറഞ്ഞാട്ട് ഞാനോ, ഒരുമിച്ച് പറ, ഞാനോ ലോകാവസാനത്തോളവും എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്താ നമ്മുടെ സ്ഥലത്തിൻ്റെ പേരെന്താ? കരിങ്കുറ്റിക്കാരെ. ലോകാവസാനം ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു നേതാവല്ല, പോഷ്കു പറയാത്തവനും അതിനാവശ്യമില്ലാത്തവനുമായ നാസ്രയനായ യേശുവാണ്. ഒന്നുകിൽ നിങ്ങൾ ചിന്തിക്കാത്ത സമയത്ത് നിങ്ങളുടെ ജീവിതത്തിന് തിരശീല വീഴും, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ലോകത്തിന് തിരശീല വീഴും. രണ്ടായാലും ഹല്ലേലൂയ, എനിക്ക് സന്തോഷമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ ഒന്നുകൂടെ കരമുയർത്തി സ്തോത്രം പറയാം. കൂടാരമാകുന്ന ഭവനമഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകരാജ്യം അസ്തമിച്ചാൽ അസ്തമിക്കാത്തൊരു രാജ്യം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ഈ മൺകൂടാരം അഴിഞ്ഞാലും ഒരു വിൺകൂടാരം എനിക്ക് സ്വർഗത്തിലുണ്ടെന്ന് പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ ശക്തിയോടെ കരമടിച്ച് ആരാധിക്കാം. ശക്തിയോടെ. ഈ ലോകത്തിൻ്റെ ചിന്താഗതി ഉടനെയൊന്നും ഒന്നും സംഭവിക്കില്ലെന്നാണ്. എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നാളെ നീളെ ലോകം ഇങ്ങനെ മുമ്പോട്ട് പോകും എന്നാണ് ലോകത്തിൻ്റെ ചിന്താഗതി. എന്നും സൂര്യൻ കിഴക്കുദിക്കും, എന്നും സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കും, ഇങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോകും. അതാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞു, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം ആദിയിൽ നിന്ന് ഒലിക്കും, ഉടനെ അങ്ങ് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഇതാണ് ലോകത്തിൻ്റെ ചിന്താഗതി.
പക്ഷെ ദൈവമക്കളായി ഞങ്ങളുടെ പ്രത്യാശ ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ലോകാവസാനത്തെക്കുറിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. ലോകത്തിൻ്റെ ചിന്താഗതി പോലെയാണ് ജീവാവസാനത്തെക്കുറിച്ച് നമ്മുടെ എല്ലാം ചിന്താഗതി. അതെന്താണ്? ഉടനെ എങ്ങും എനിക്കൊന്നും സംഭവിക്കില്ല, ഉടനെ എങ്ങും എനിക്കൊന്നും സംഭവിക്കില്ല. ഈ വല്ലവരുടെ മരണവാർത്തയൊക്കെ കേൾക്കാനും പറയാനും നമുക്കിഷ്ടമാണേലും നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോ പറയുന്നതോ നമുക്കിഷ്ടമല്ല. നമ്മളാരേലും ഒന്നാമത് മഴ, അതിൻ്റെ കൂടെ പാസ് തണുപ്പിക്കുന്ന കാര്യം പറയാറില്ലേ? നമ്മളാരേലും ഈ പെട്ടിപ്പലകെ കീറിക്കിടക്കുകയല്ല, എടുത്ത് നമ്മളെ കിടത്തുന്നതും വെള്ള വിരിച്ചിങ്ങനെ ഇട്ടിരിക്കുന്നതും ചുറ്റും എല്ലാവരും കൂടിയിരുന്ന് സമയമാനത്തിൽ പാടുന്നതും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ അടിക്കുന്നതും പൗഡർ കുടഞ്ഞിടുന്നതും സ്വപ്നത്തിൽ പോലും കാണാറുണ്ടോ? അഥവാ അങ്ങനെ സ്വപ്നം വല്ലതും കണ്ടാൽ ഉടനെ നമ്മൾ രക്തത്താൽ ജയം പറഞ്ഞങ്ങ് മാറും. പക്ഷെ എത്ര രക്തത്താൽ ജയം പറഞ്ഞാലും ഒരു ദിവസം പോയേക്കത്തുള്ളൂ. ഈ വല്ലപ്പോഴും ഒക്കെ ഈ സ്പ്രേ ചെയ്യുന്നതും പൗഡർ കുടഞ്ഞിടുന്നതും നമ്മളൊന്ന് കാണണം. കാരണം നമ്മൾ പലർക്കും കുടഞ്ഞിട്ടതല്ലയോ. സത്യത്തിൽ അതൊക്കെ ഒന്ന് കാണാമെങ്കിൽ ഇവിടെ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഇത് ലൈവ് പോകുന്നുണ്ടല്ലോ എന്ന് പറയാം. ഈ ജനറൽ ബോഡിയും കമ്മിറ്റിയും അടിയൊക്കെ കുറേ നിൽക്കും. എന്തുവാ? നമ്മളിങ്ങനെ പെട്ടിപ്പലയെ കിടക്കുന്നതും ചുറ്റും കൂടിയിരുന്ന് ഗാനം ആലപിക്കുന്നതും ഒക്കെ ഉണ്ടോ? ഒന്ന് കാണണം. ഈ വെസ്റ്റ്മിനിസ്റ്റർ ആബി എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ്, നിങ്ങൾക്കറിയാം. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബി, അവിടുത്തെ കോടീശ്വരന്മാരെ, അവിടുത്തെ പ്രസിഡന്റുമാരെ, സിനിമാ നടിമാരെയൊക്കെ അടക്കിയിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയിരുന്നു. അവർ വന്നിരുന്നോളും, നിങ്ങൾ എന്നെ നോക്കിയിരുന്നോ ഇനി. അപ്പം അവിടുത്തെ ഒരു പ്രത്യേകത, അവിടെ അവിടെ ആ കല്ലറയുടെ മണ്ടയ്ക്ക് ഇഷ്ടമുള്ള വാചകം എഴുതി വെക്കാം. എല്ലാവരെയും ഒന്നും അവിടെ അടക്കത്തില്ല. അപ്പോൾ ഒരു ക്യാബറേ നർത്തകി മാനസാന്തരപ്പെട്ട് മരിച്ചു. അവിടെ ഡെഡ് ബോഡി അവിടെ അടക്കിയിട്ടുണ്ട്. ആ കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു 50 വർഷം മുമ്പ് ഞാൻ നിങ്ങളെപ്പോലെയായിരുന്നു, ഇനി ഒരു 50 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പോലെയാകും. ഇനിയെങ്കിലും സെമിത്തേരി ചെല്ലുമ്പോൾ നോർത്തോണെ, അവിടെ കിടക്കുന്നവരെല്ലാം പറയുന്നത് ഒരു 50 വർഷം മുമ്പ്, ഒരു 25 വർഷം മുമ്പ്, ഒരു 10 വർഷം മുമ്പ് ഞാൻ നിങ്ങളെപ്പോലെയായിരുന്നു. ഒരു 10 വർഷം കഴിഞ്ഞാൽ, ഒരു 5 വർഷം കഴിഞ്ഞാൽ, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ, ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങളും എന്നെ പോലെയാവും. സ്തോത്രം, സ്തോത്രം. ഇത് കേൾക്കുമ്പോഴാണ് സ്തോത്രം പറയേണ്ടത്. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ, നമ്മളെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ, ഹോസ്പിറ്റലിൻ്റെ വലിപ്പമോ കൊണ്ടല്ല ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. നിന്നെയും എന്നെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ അത്തടിച്ച ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. വേദവസ്തുവിൻ്റെ വാക്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. ദൈവമേ, ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. യോബിൻ്റെ പുസ്തകമാണ്. പാസ്റ്റർ ബി മോനച്ചൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കാണാതെ ഒരു കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുക. ആ കരം ഒരു തവണ എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളിയില്ലെങ്കിൽ ഞാനിവിടെ പിടഞ്ഞു മരിക്കും, പിടഞ്ഞു വീഴും. 50 ഡോക്ടർമാർ ഇവിടെ ഉണ്ടെങ്കിലും അവർക്ക് എന്നെ സഹായിപ്പാൻ കഴിയില്ല. അതേ പിതാവേ, അതേ മാതാവേ, അതേ പ്രിയ സഹോദര, അതേ കുഞ്ഞെ, നീ കാണാതെ, നിന്റെ കുഞ്ഞ് കാണാതെ ഒരു കരം നിന്റെ ശ്വാസമകത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി വരെ ദൈവത്തിന്റെ കരുണ നിന്റെ ജീവൻ പരിപാലിച്ചതോർത്ത് ഒരിക്കൽ കൂടെ കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. മക്കളെ, എല്ലാവരും കരമടിച്ചോണം കേട്ടോ. ആരും കരം കെട്ടി കൈയ്യട്ടി പിടിരിക്കരുത്. കൈയൊന്ന് ഉയർത്താൻ കഴിഞ്ഞാൽ കൃപയാ. ഉയർത്തിയ കൈ താക്കാൻ കഴിഞ്ഞാൽ കൃപയാ. കൈയൊന്ന് അടിപ്പാൻ കഴിഞ്ഞാൽ കൃപയാ. വായൊന്ന് തുറക്കാൻ കഴിഞ്ഞാൽ കൃപയാ. തുറന്ന വായ അടയ്ക്കാൻ കഴിഞ്ഞാൽ കൃപയാ. കൃപയാ, കൃപയാ. നമുക്കൊന്നും പ്രശംസിപ്പാനില്ലെന്നേ. ദിവസവും സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഞെട്ടല. 38-കാരി, 42-കാരൻ, 35-കാരൻ, 50-കാരനൊക്കെ ഡെഡ് ബോഡി വന്നുകൊണ്ടിരിക്കുക. UK യിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ജീവന്റെ ഉടമസ്ഥൻ ജീവനെ ചോദിച്ചാൽ വൈദ്യശാസ്ത്ര യാത്രാമൊഴി ചെല്ലുവാനേ കഴിയൂ. നമ്മെ ഇവിടെ നിർത്തി താമസിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക, നമ്മൾ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ, നമ്മളെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ,
പോകുന്ന ഹോസ്പിറ്റലിന്റെ വലിപ്പമോ കണ്ടല്ല ഈ രാത്രി ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ട് നമ്മൾ ഏത് നിമിഷം ഇവിടുന്ന് പോകേണ്ടവരാണ്. അത് മനസ്സിലാക്കണം. ഒന്നീ ജീവാവസാനം അല്ലേ ലോകാവസാനം. ഈ നമ്മളൊക്കെ ഒത്തിരി ശവസംസ്കാരത്തിന് പോകുന്നവരാണ്. ഈ അമേരിക്കക്കാരാണ് ടൈയും കോട്ടും ഒക്കെ കെട്ടിയാണ് ശവസംസ്കാരത്തിന് പോകുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ഡെഡ് ബോഡി കിടക്കുന്നു, വരുന്നു, നോക്കുന്നു, പോന്നു. നമ്മുടെ വരവും നിപ്പും ഒക്കെ കണ്ട IAS ഓഫീസർ വന്ന് നിൽക്കുന്ന പോലെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയും നോക്കിയിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. വലിയ ഗമേലായി നോട്ടമൊക്കെ വെച്ചാൽ, നോട്ടവും നിപ്പവും ഒക്കെ കണ്ട. അപ്പം ഇങ്ങനെ നിൽക്കുന്നു, വരുന്നു, പോന്നു. ഇത് കണ്ടുകൊണ്ട് ഒരാൾ പറയുക, നാളത്തെ ഡെഡ് ബോഡി ഇന്നത്തെ ഡെഡ് ബോഡി മുമ്പിൽ നിൽക്കുന്നെന്ന്. സ്വതന്ത്രം. നാളത്തെ ശവം, പച്ച മലയാളം, ഇന്നത്തെ ശവത്തിന് മുമ്പിൽ നിൽക്കുന്നെന്ന്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഒന്നുകിൽ ജീവാവസാനം അല്ലെങ്കിൽ ലോകാവസാനം. ഇത് രണ്ടിലാദ്യം ഏതെന്ന് നമുക്കറിയില്ല. പക്ഷെ രണ്ട് സംഭവിച്ചാലും ഞാൻ കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന തൻ്റെ ഇടം ഉണ്ടെങ്കിൽ സ്തോത്രം പറ. അതിനായി യോഗം വെച്ചിരിക്കുന്നത്. മക്കളെ, നമുക്ക് തുടങ്ങാം. ഈ ലോകരാജ്യം അസ്തമിക്കാറായി, മേലോകരാജ്യം വേഗമീത ആഗമിക്കാറായി. കേട്ടേ, ഈ ലോകരാജ്യം അസ്തമിക്കാറായി, മേലോകരാജ്യം വേഗമീത ആഗമിക്കാറായി. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ പഠിക്കാൻ ഖനിച്ച്. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ പാവനാമം ജീവിക്കുന്ന പാവനരെ ചേർത്തിടും. പാടിക്കേ, ജീവിക്കുന്ന പാവനരെ ചേർത്തിടും. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേളാവുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ, അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം നിത്യമായി വേല തീർത്തിടാം. അല്പകാലം മാത്രമേയുള്ളൂ, നാം എത്ര വേഗം നിത്യമായി വേല തീർത്തിടാം. ഓ, എത്ര നാൾ ലഭിച്ചിടുമോ എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാൾ രക്ഷകൻ പുത്രൻ തന്നെ ആത്മാവാലെ ശക്തിയാൽ പുത്രൻ തന്നെ ആത്മാവാലെ ശക്തിയാൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ, അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എത്ര വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ട്. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എത്ര വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ട്. കാത്തു കാത്തു നിന്നിടുന്ന സോദരാമിയോ, കാത്തു കാത്തു നിന്നിടുന്ന സോദരാമിയോ, ലോകരാജ്യം അസ്തമിക്കാറായി, മേലോകരാജ്യം വേഗമിത ആഗമിക്കാറായി. പാപമില്ല പരിശുദ്ധൻ പാരിടത്തിൽ വന്ന് തൻ്റെ സഭയെ ചേർക്കാറായി. ഈ രാത്രി ഉച്ചഭാഷി എവിടൊക്കെ എത്തുന്നോ ഞങ്ങൾ ഒന്നിച്ച് വിളിച്ചു പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഏറ്റെടുത്താലും ശരി ഇല്ലെങ്കിലും ശരി, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ച കർത്താവ്, കല്ലറയിൽ അടക്കപ്പെട്ട കർത്താവ്, കല്ലറയെ തകർത്തുയർത്തെഴുന്നേറ്റ കർത്താവ്, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ പ്രാണപ്രിയൻ രാജാതിരാജാവായി മടങ്ങി വരുവാൻ പോകുന്നു. അത് പറയാനായി യോഗോടെ വെച്ച് സന്തോഷത്തോടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ.
യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് എത്ര പ്രസംഗം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഇനി ഇന്നതൂടെ നടക്കണമെന്നില്ല, എല്ലാം നടന്നു കിടന്നു. ആത്മീയ ലോകവും ഭൗതിക ലോകവും ഒന്നും ഭക്തന് ഇവിടെ വാസിക്കാൻ കഴിയാത്ത അവസ്ഥയായി കഴിഞ്ഞു. അതൊന്നും വിവരിക്കാൻ നേരമില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉള്ള സമയം കൊണ്ട് നിങ്ങളെ അറിയിക്കാൻ കർത്താവിനെ ഏൽപ്പിച്ചു. നിങ്ങളെന്ന് പറഞ്ഞാൽ ലോകമെങ്ങുള്ള ദൈവമക്കളെ. അത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പല ലെവലിലൂടെ. ഇന്ന് നമ്മുടെ ഉത്തരവാദിത്തം ആദ്യം, കർത്താവ് വരാറായി. ഒന്നുകിൽ നമ്മൾ ചിന്തിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ശീലം, നമുക്കിഷ്ടമില്ലാത്ത കാര്യം അത് പറയുന്നത്. കാരണം പലരും ഇവിടുന്ന് പോയ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അന്ന് ഇവിടുന്ന് പോകുന്ന ചിന്തിച്ചിറങ്ങിയതൊന്നും അല്ല. ദൈവത്തിൻ്റെ സമയത്ത് അവർ പോയി. അപ്പോൾ നമ്മുടെ പ്രത്യാശ കണ്ടില്ലോ, നമ്മൾ കാത്തിരിക്കുക, അല്ലേ? നമ്മൾ പോകാൻ റെഡി ആയിരിക്കാൻ. അതുകൊണ്ട് ആ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഒന്ന്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്, അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം. ഒന്നാമതായി നമ്മുടെ ഉത്തരവാദിത്തം റോമാലേഖനം 13:11 പറയുന്നു, നാം രക്ഷ നാം വിശ്വസിച്ച സമയത്തേക്കാൾ വളരെ അടുത്തിരിക്കുന്നു, രാത്രി കഴിവാറായി, പകൽ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. ഈ കുറിക്കുന്നവരൊന്ന് കുറിച്ചോണം. നമ്മുടെ ഉത്തരവാദിത്തം ഒന്ന്, സമയം അറിയുക. ഒന്ന് പറഞ്ഞേ, ഉറക്കെ എല്ലാവരും പറഞ്ഞ് കേൾക്കണം. സമയം അറിയുക. രമ്യാപ്രവചനം പറഞ്ഞു, കൊക്കും മീവൽപക്ഷിയും പെരിഞ്ഞാറയും മടങ്ങിവരവിൻ്റെ കാലം എൻ്റെ ജനമോ. ഇന്നത്തെ ആത്മീയ ലോകം അങ്ങനായി ദൈവദാസന്മാരെ. മടങ്ങിവരവിൻ്റെ കാലം അറിയുന്നില്ല. കാനവച്ചൻ പണ്ട് പറഞ്ഞിട്ട് പോയി നല്ലൊരു ഉദാഹരണം എന്തെന്നറിയാമോ? സ്തോത്രം. പാമ്പിൻ്റെ വായിലൊരു തവള ഇരിക്കുക. അപ്പോൾ അതിലെ കൂടെ ഒരു ശലഭം പോയി. പാമ്പിൻ്റെ വായിലിരുന്നുകൊണ്ട് ഇവൻ നാക്ക് നീട്ടി എന്തിനെ പിടിക്കാൻ. സത്യത്തിൽ ഇന്നത്തെ ആത്മീയ ലോകം ഇങ്ങനെ തവസേല ഇരിക്കുന്ന പാമ്പിൻ്റെ വായിലാണെങ്കിലും കസേരന്ന് പിടിപിടത്തില്ല. അതിൻ്റെ ഉള്ള അടിയ. പാവപ്പെട്ട ദൈവദാസന്മാർ ഉണ്ടുമുറുക്കി കൊടുത്ത് പട്ടിണി കിടന്ന് കുട്ടിമ്മേൽ നിന്ന് കരഞ്ഞ് ആത്മാക്കളെ നേടി ഉയർത്തിയ പ്രസ്ഥാനമായത്. നീ എല്ലാം കൂടി ഇത് നശിപ്പിക്കരുത്. തൻ്റെ ഇടം ഉണ്ടോ? സ്തോത്രം പറഞ്ഞാൽ മതി. റെഡിയുണ്ടോ? ഇരിക്കുന്ന അഭിഷേകന്മാർ ഉപവസിച്ചും പ്രാർത്ഥിച്ചു, പട്ടിണി കിടന്നു. എത്ര പൂർവ്വപിതാക്കന്മാർ പട്ടിണി കിടന്ന് മക്കളെ പഠിപ്പിക്കാൻ കഴിയാതെ. അല്ലേ? ഇവിടെ നിൽക്കുമ്പോൾ പലതും പറയാൻ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉയർത്തിയൊരു പ്രസ്ഥാനത്തെ കസേരയുടെ പേരിൽ, ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ നാണം കേട് വരുത്തി ദൈവദാസന്മാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. ഉയരത്തിൽ ഒരുവനുണ്ടെന്ന് മറക്കരുത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. അത് നമ്മിൽ തുടങ്ങിയാൽ ഭക്തന്റെയും ഭാവിയുടെ ഗതി എന്തായിത്തീരും? കയ്യൊന്നടിച്ച് ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചേ. എല്ലാവരും ഒന്ന് ആത്മാവിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചേ ശക്തിയോട്. സ്തോത്രം. സമയം അറിയുക. സമയം അറിഞ്ഞവനെ സമയം അറിയിക്കാൻ കഴിയും. ഒന്ന്, സമയം അറിയുക. രണ്ട്, സമയം അറിയിക്കുക. സമയം ഞാൻ കട്ട്ഷോട്ട് ചെയ്യാം, ചില കാര്യങ്ങൾ പ്രധാനമായി പറയാനുണ്ട്. സമയം അറിയുക. രണ്ട്, സമയത്തെ അറിയിക്കുക. യെശയ്യാപ്രവചനം 21-ാം വാക്യം, കാവൽക്കാരാ രാത്രി എന്താ എന്ന് സേരിൽ നിന്ന് ഒരുത്തൻ വിളിച്ചു ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ്റെ മറുപടി, നിങ്ങളെല്ലാം ഉണർവോടിരുന്നാട്ട്. എന്താ കാവൽക്കാരൻ്റെ മറുപടി? പ്രഭാതവും പ്രദോഷവും വരുന്നു, അല്ലെങ്കിൽ രാത്രിയും പകലും വരുന്നു. അതങ്ങനെ രാത്രിയും പകലും വരുന്നത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ഈ ലോകജീവിതം രാത്രിക്ക് തുല്യമാണ്. അതാണ് രാത്രി കഴിവാറായി. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്തവന് ഈ ലോകജീവിതം പകലിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ രാത്രി മാറി നമുക്കൊരു പകൽ വരാൻ പോകുന്നു. രക്ഷിക്കപ്പെടാത്തവന്റെ പകല് മാറി അവനൊരു രാത്രി വരാൻ പോകുന്നു. സ്തോത്രം. അപ്പോൾ ഒന്ന്, സമയം അറിയുക. പറഞ്ഞാട്ടെ, സമയം അറിയുക. ഈ വിശ്വാസിയെ പടക്കുതിരയോടാണ് വിശുദ്ധ ബൈബിൾ ഉപമിച്ചിരിക്കുന്നത്. യോബിൻ്റെ പുസ്തകം, ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. പാസ്റ്ററെ മോളെ ആരാ വായിക്കുന്നത് എന്ന് വായിച്ചേ. യോബിൻ്റെ പുസ്തകം, അവിടെ ഞാൻ കുറിച്ച് തന്നില്ല, 39-ാം അധ്യായം 25-ാം വാക്യം എല്ലാം വായിക്കണ്ട.
ആരാ വായിക്കുന്നത്? പെട്ടെന്ന് വായിച്ച്. കാഹളനാദം ധ്വനിക്കും അപ്പൊ തോറും, ഈ കുതിരയെ കുറിച്ച് പറഞ്ഞ കാഹളനാദം ധ്വനിക്കും തോറും അത് ഹാ ഹാ എന്ന് അത് ചിനയ്ക്കുന്നു. ഹ ഹ എന്ന് ചിനയ്ക്കുന്നു. പിന്നെ പടയും പടനായകന്മാരുടെ പടയും മുഴക്കവും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്ത് നിന്ന് ആർപ്പും മണക്കുന്നു. ദൂരത്ത് നിന്ന്. മണക്കുന്നു. അപ്പൊ പടക്കുതിരയുടെ പ്രത്യേകത പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്ത് നിന്ന് മണക്കുന്നു എന്ന് പറഞ്ഞാൽ സമയമറിയുക, സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് നേരത്തെ മണത്തറിയണം. നീ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെങ്കിൽ, നീ കരയുന്ന ദൈവവൈതലെങ്കിൽ, നിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത്, നിന്റെ ദേശത്ത് സംഭവിക്കാൻ പോകുന്നത്, നിന്റെ സഭയിൽ സംഭവിക്കാൻ പോകുന്നത് ദൈവം നിന്നെ അറിയിച്ചിരിക്കും. എൻ്റെ ദാസനായ അബ്രഹാമിനെ അറിയിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? ഓ ഷോ റക്കോനിയ. ശക്തിയോടെ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞേ, സ്തോത്രം. അപ്പൊ ഒന്ന് സമയം അറിയുക, പറഞ്ഞാട്ട്. രണ്ട് സമയം അറിയിക്കുക. സമയം അറിഞ്ഞവൻ മാത്രമേ സമയം അറിയിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഉത്തരവാദിത്വം ആ സമയം അറിയിക്കേണ്ടത്, സമയം അറിയിക്കേണ്ടത്. ഈ പഴയ ക്ലോക്കും വാച്ചും ഒക്കെ നന്നാക്കുന്ന പഴയ വാച്ച് കടയുടെ, ക്ലോക്ക് കടയുടെ മുമ്പിൽ എല്ലാ ദിവസവും കൃത്യസമയത്ത് ഒരു മനുഷ്യൻ ചെന്ന് ഇങ്ങനെ നോക്കിയിട്ട് പോകും എല്ലാ ദിവസവും. അപ്പോൾ ഒരു ദിവസം ആ കടക്കാരൻ ഇറങ്ങി വന്ന് ചോദിച്ചു, സാറ് എല്ലാ ദിവസവും ഇവിടെ വന്ന് ഈ നോക്കിയിട്ട് പോകുന്നത് എന്നാ? അപ്പം അയാൾ പറഞ്ഞു, ഞാൻ അപ്പുറത്തെ വാച്ചറാണ്, എനിക്ക് ഓരോ മണിക്കൂർ ഇടപെട്ട ഫാക്ടറിയിൽ സൈറൺ മുഴക്കണം. ഞാൻ എൻ്റെ വാച്ച് കറക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ക്ലോക്കെ നോക്കിയ. അപ്പം അയാൾ ചോദിക്കുക, അയ്യോ സാറാണോ അവിടെ സൈറൺ ഊതുന്നത്? സാറ് സൈറൺ ഊതുന്ന കേട്ടാ ഞാൻ ഇവിടുത്തെ ക്ലോക്ക് റെഡിയാക്കി വെക്കുന്നത്. സോദരം, സാറ് സൈറൺ ഊതുന്ന കേട്ട് ഇവിടെ ക്ലോക്ക് റെഡിയാക്കും, ക്ലോക്ക് നോക്കി സാറ് വാച്ച് റെഡിയാക്കും. ഇവിടെ കാഹളം തെളിവില്ലാതെ നാദം കൊടുത്താൽ ആർ പടയ്ക്ക് പുറപ്പെടും. നിങ്ങൾ സ്തോത്രം പറയോ പറയാതിരിക്കുക എൻ്റെ പ്രശ്നമൊന്നുമല്ല. 4 പതിറ്റാണ്ടായി ഞാൻ യേശുവിന് വേണ്ടി നിൽക്കുക. 2 or 3 തവണ തീർന്നെന്ന് ചിന്തിച്ചു, പിശാച് ചിന്തിച്ച് ശബ്ദം തീർന്നെന്ന്. പക്ഷെ പൂർവാധിക ശക്തിയോടെ ദൈവം എന്നെ നിർത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ വന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയാം, ലോക സംഭവങ്ങൾ കാണുമ്പോൾ ഹല്ലേലൂയ നീ ഒരുങ്ങണം. സ്തോത്രം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നപ്പോൾ പകലന്തിയോളം പാടത്തും പറമ്പത്തും ഒക്കെ പണിയെടുത്ത് വീട്ടിൽ വന്നവർക്ക് നിരാശയാ, കയറിക്കിടന്ന് ഉറങ്ങണമെന്നുള്ള ചിന്തയുള്ളൂ. എന്നാൽ പുറപ്പാടിൻ്റെ അന്ന് വൈകിട്ട് വീട്ടിൽ വന്ന് ഇസ്രായേൽ മക്കളുടെ വീട്ടിൽ ആകപ്പാടെ ഒരു ഒരുക്കം. അവർ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നു, അവർ പെസഹ കുഞ്ഞാടിനെ പാകം ചെയ്യുന്നു, ആകപ്പാടെ ഒരു ഒരുക്കം. അപ്പം നാട്ടുകാർ ചോദിക്കും, എന്നാ ചാക്കോച്ച, എന്നാ കറിയാച്ച, എന്നാ മറിയാമേ, പതിവില്ലാത്തൊരു പാട്ട് വീട്ടിൽ കേൾക്കുന്നല്ലോ, ഒരു ഒരുക്കം കാണുന്നല്ലോ. അവർ പറയും, ഇന്ന് രാത്രി ഞങ്ങളുടെ പുറപ്പാടാ. ലോക സംഭവങ്ങൾ കാണുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നാം ഒരുക്കം ആരംഭിക്കണം. നമ്മുടെ ഒരുക്കം ചോദിക്കുന്നോട് പറയാം, നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ പോകാൻ കാലമായി. കയ്യൊന്ന് ഉയർത്തിയാട്ടെ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. എല്ലാവരും കയ്യൊന്ന് അടിച്ച് ശക്തിയോടെ അല്പസമയം ദൈവത്തെ ആരാധിച്ചേ. യെസ്. അപ്പോൾ ഒന്ന് സമയം അറിയുക, 2 സമയം അറിയിക്കുക, 3 മുന്നറിയിപ്പ് കൊടുക്കുക. മുന്നറിയിപ്പ് കൊടുക്കുക. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായം 17 മുതൽ വാക്യങ്ങൾ വായിച്ചാൽ, ഞാൻ ദുഷ്ടനോട് മരിക്കുമെന്ന് പറയുമ്പോൾ നീ അവനെ അറിയിക്കാതിരുന്നാൽ അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. അറിയിച്ചിട്ട് ഒരുങ്ങാതിരുന്നാൽ നീ രക്തപ്പെടും, രക്ഷപ്പെടും. പക്ഷെ നീ അറിയിക്കണം. മറ്റൊരു തെരഞ്ഞെടുക്കുന്നത് അടങ്ങിയിരിക്കരുത്. കാഹളനാദം പോലെ നിന്റെ ശബ്ദം ഉയർത്തി ഇസ്രായേലിന് വരാൻ പോകുന്ന അനർത്ഥം അറിയിക്കുക. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും മുന്നറിയിപ്പ് കൊടുക്കുക. കാവൽക്കാരാക്കി ദൈവം നമ്മെ മാറ്റിയിരിക്കുകയാണ്. കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വമാണ് മുന്നറിയിപ്പ് കൊടുക്കുക. വാൾ വരുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കരുത്. ഈ സഭയിൽ കൺവെൻഷൻ വെച്ചതിൽ സന്തോഷം. ഇത്രയും ദൈവമക്കളിവിടെ വന്നല്ലോ, വളരെ സന്തോഷം. ഇപ്പോഴത്തെ പെന്തക്കോസുകാരുടെ ഇത് പരസ്യയോഗവും വേണ്ട, കൺവെൻഷനും വേണ്ട, ഇതെല്ലാം പാഴ്ചെലവാണ്. ഇതെല്ലാം അങ്ങനത്തെ ഒരു കാലത്ത് നമ്മളെത്തി. സ്തോത്രം. മറ്റേ നേരം വൈകിട്ട് ആരാധന കഴിഞ്ഞാൽ ഉടനെ 4 മണിക്ക് അങ്ങ് ഇറങ്ങുമായിരുന്നു പരസ്യയോഗത്തിന്.
ആഴ്ച ഒരു ദിവസമെങ്കിലും വീട് വിസിറ്റ്, സുവിശേഷം ദേശത്തെ അറിയിക്കാൻ ഒരു കൺവെൻഷനെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും പോയി. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞൊരു വർഷം കഴിയാൻ പോവാ, ഡിസംബറിലേക്ക് തീരുക. ഈ ഒരു വർഷം എത്ര പേരോട് സുവിശേഷം പറഞ്ഞു? യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എത്ര പേരോട് പറഞ്ഞു? സ്തോത്രം. കഴിഞ്ഞ മാസം വല്ലവരോടും പറഞ്ഞോ? കഴിഞ്ഞ ആഴ്ച വല്ലവരോടും പറഞ്ഞോ? നിൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരോട് ഒരു വാക്കുകൊണ്ടെങ്കിലും യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞോ? നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് പറഞ്ഞോ? 2 സ്നേഹിതന്മാർ എന്നും കാണും, എന്നും സംസാരിക്കും, ഒത്തിരി കാര്യങ്ങൾ പങ്കുവെക്കും. അവസാനം ഒരാൾ അത്യാസന്ന നിലയിലായി. അപ്പോഴായി പുള്ളി ഓർത്തത്, ഇതുവരെ സുവിശേഷം പറഞ്ഞില്ലല്ലോ. അദ്ദേഹം ചെന്നിരുന്നു, സ്നേഹിത, സ്വർഗമുണ്ട്, നരകമുണ്ട്, നിത്യതയുണ്ട്. അവനവൻ സഞ്ചരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതായാലും തീയതായാലും പ്രതിഫലം പ്രാപിക്കാൻ നിൽക്കേണ്ടി വരും. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. ഇതൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ഈ മനുഷ്യൻ ക്ഷീണിച്ച ശബ്ദത്തിൽ ചോദിച്ചു, സ്നേഹിത, നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര വർഷമായി? എത്ര സ്നേഹബന്ധവാൻ നമ്മൾ, എത്ര വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒന്നിച്ചുകൂടി. ഈ ലോകത്തിലെ സകല കാര്യവും നമ്മൾ തമ്മിൽ സംസാരിച്ചില്ലേ? പക്ഷെ ജീവിതത്തിൽ ഇത്രയും വിലയേറിയ കാര്യം ഇതുവരെ നീ എന്നോട് പറഞ്ഞോ? നിൻ്റെ സ്നേഹിതരോട്, നിൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്നവരോട്, നിൻ്റെ അയൽക്കാരനോട് ഈ സ്നേഹം പറഞ്ഞോ? ക്രൂശിലെ സ്നേഹം പറഞ്ഞോ? നിത്യതയുണ്ടെന്ന് പറഞ്ഞോ? നരകമുണ്ടെന്ന് പറഞ്ഞോ? സ്വർഗമുണ്ടെന്ന് പറഞ്ഞോ? നമ്മൾ കർത്താവ് വരാറായെന്ന് പറഞ്ഞ് പാടാറുണ്ട്. പ്രൈസ് ലോർഡ്. നമ്മുടെ ഉത്തരവാദിത്വം മുന്നറിയിപ്പ് കൊടുക്കുക. കേൾത്താലും കേൾക്കാഞ്ഞാലും വിളിച്ചു പറയുക. സ്തോത്രം. മുന്നറിയിപ്പ് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. കാവൽക്കാരാക്കി ദൈവമാക്കിയിരിക്കുമ്പോൾ നമ്മുടെ അടുത്തൊരു ഉത്തരവാദിത്വം ഞാൻ പറയാം. വായിച്ചു നോക്കാം. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം 30-ാം വാക്യം. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം 30-ാം വാക്യം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. മോളെ, ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്വം ഇടിവിൽ നിൽക്കുക. പവർ ഓഫ് ഇന്റർസീഡിങ്, മധ്യസ്ഥത അണയ്ക്കുക. നിനക്ക് ചെല്ലാൻ കഴിയത്തില്ലെങ്കിൽ അവരോർത്ത് പ്രാർത്ഥിക്കാം, കർത്താവേ എങ്ങനെങ്കിലും ഈ ജനത്തെ രക്ഷിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചില ആഴ്ചകൾ UK-യിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്ലെയിനിൽ കയറുമ്പം ഒരു തവണയെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ ഈ പ്ലെയിനകത്തിരിക്കുന്നവർ യേശുവിനെ അറിയണം. നിങ്ങളുടെ സ്തോത്രമൊന്നും കേൾക്കുന്നില്ല. എങ്ങനെങ്കിലും കർത്താവിൻ്റെ സ്നേഹം അറിയണം. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഈ ട്രെയിനകത്ത് യാത്ര ചെയ്യുന്നവർ യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞില്ല, എങ്ങനെങ്കിലും അറിയണം. ഒരു ബസ്സിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം ഇൻ്റർസീഡ് ചെയ്യുക, മധ്യസ്ഥത അണയ്ക്കുക. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഒരു ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽപ്പാൻ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, പക്ഷെ ആരെയും കണ്ടില്ല. അതുകൊണ്ട് എൻ്റെ ക്രോധം ഞാൻ അവിടെ മേൽ ചൊരിയും, എൻ്റെ ക്രോധാഗ്നി കൊണ്ട് ഞാൻ അവരെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ? ഒരു ദേശത്ത് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു വീട്ടിൽ ഒരു ദൈവപൈതൽ കരയാനുണ്ടെങ്കിൽ, പ്രാർത്ഥിപ്പാനുണ്ടെങ്കിൽ അവളെ ഓർത്ത്, അവനെ ഓർത്ത് ആ കുടുംബത്തിൻ്റെ ന്യായവിധേയം താമസിപ്പിക്കും. ഒരു സഭയിൽ ഒരു കുടുംബം ഇടിവിൽ നിൽപ്പാനുണ്ടെങ്കിൽ, പ്രാർത്ഥിപ്പാനുണ്ടെങ്കിൽ അവനെ ഓർത്ത്, ആ കുടുംബത്തെ ഓർത്ത് ആ സഭയുടെ ന്യായവിധേയം താമസിപ്പിക്കും. ഒരു ദേശത്ത് 10 ദൈവമക്കൾ നെടുമ്പാട് വീഴാനുണ്ടെങ്കിൽ, ഇടിവിൽ നിൽപ്പാനുണ്ടെങ്കിൽ അവരെ ഓർത്ത് ദൈവം ദേശത്തിൻ്റെ ന്യായവിധി താമസിപ്പിക്കും. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാം? ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. വർഷം മുഴുവൻ നിന്ന് വെള്ളവും വളവും വലിച്ചു കുടിച്ചിട്ടും ഫലം നൽകാത്ത വൃക്ഷത്തെ വെട്ടിക്കളയുവാൻ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഓർഡർ ഇട്ടു. അപ്പോൾ തോട്ടം സൂക്ഷിപ്പുകാരൻ നെടുമ്പാട് വീണു. അയാൾ പറഞ്ഞു, സാറേ, യജമാനനെ, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ വെള്ളവും വളവും ഇട്ടുകൊണ്ട് നോക്കാം, ഫലം നൽകിയില്ലെങ്കിൽ വെട്ടിക്കൊളയാം. അപ്പോൾ തോട്ടം സൂക്ഷിപ്പുകാരൻ്റെ, ദൈവദാസന്മാർ ശ്രദ്ധിക്കൂ, ദൈവ മക്കൾ ശ്രദ്ധിക്കൂ, തോട്ടം സൂക്ഷിപ്പുകാരൻ്റെ മധ്യസ്ഥതയാൽ ഇന്റർസീഡിങ് കൊണ്ട് ആ വൃക്ഷത്തിന് 1 ആണ്ടുകൂടെ ആയുസ് നീട്ടി കിട്ടി. വല്ലോ മനസ്സിലാകുന്നുണ്ടോ? കരയാൻ ആളുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ, മുട്ടിമേൽ നിൽക്കാൻ ആളുണ്ടെങ്കിൽ ന്യായവിധി താമസിപ്പിക്കപ്പെടും. മാനസാന്തരത്തിന് അവസരം കിട്ടും.
ഞാൻ ദൈവാത്മാവിൽ ആയിരങ്ങളോട് വിളിച്ചു പറയുന്നത് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം. ചെറുപ്പക്കാരോട് ഞാൻ പറയാറുണ്ട്, കുഞ്ഞെ, ഇവിടെ വന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, മക്കളെ, നിന്നെ വഴിയിൽ ചതച്ചരച്ച് കളയാൻ, റോഡ് ആക്സിഡന്റിനെ മാറ്റപ്പെടുത്തുവാൻ, നിന്റെ കൈകാലുകളെ ഒടിച്ചു കളയാൻ ദുഷ്ടപിശാച് പലവട്ടം പദ്ധതി തയ്യാറാക്കി നിന്നെ നോക്കിയിരുന്നിരുന്നു. പലയിടങ്ങളിൽ വെച്ച് നിന്നെ ചതച്ചരച്ച് കളയാൻ ദുഷ്ടപിശാച് പദ്ധതിയിട്ടപ്പോൾ നീ അറിയാതെ ഒരു കരം നിന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഓ ശബ്ദോ റിഗോനിയ ഹത്തുനിയ, കൈകളടിച്ച ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. നീ അറിയാതെ ഒരു കരം നിന്നെ എടുത്തു മാറ്റി. ഓ ശഹൽഖുനമ പക്ഷി വേട്ടക്കാരന്റെ കണിയിൽ എന്ന പോലെ നീ കണിയിൽ രക്ഷപ്പെട്ടു. അതിന് കാരണം എന്തെന്നറിയാമോ? ആരോ നിനക്ക് വേണ്ടി കരയുന്നുണ്ട്, ആരോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പാപം ചെയ്യുന്ന ജീവിതമേ, നീ തകരാഞ്ഞത്, വഴിയിൽ ചതച്ചറയപ്പെടാഞ്ഞത്, ആരോ നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. ഒന്നുകിൽ നിന്റെ അമ്മയുടെ കണ്ണുനീർ, അല്ലെ നിന്റെ അപ്പന്റെ കണ്ണുനീർ, അല്ലെ സഭയുടെ കണ്ണുനീർ. ആരുടെയോ കണ്ണുനീര് കണ്ടുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം തരുന്നു. ശക്തിയോടെ കൈകൾ അടിച്ച് ദൈവമക്കളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്ത്. പ്രസംഗപീഠത്തിൽ എനിക്ക് ഇഷ്ടമുള്ള നല്ല രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നല്ല ഉച്ചഭാഷണി. രണ്ട്, നല്ല ചൂടുവെള്ളം. ഇത് രണ്ടും ഇവിടെ ഉണ്ട്. ഈ ഗ്ലാസ്സിൽ ചൂടുവെള്ളം ഇവിടെ വന്നപ്പോൾ പലയിടത്ത് ഞാൻ ഇത് പറയാറുണ്ട്. നമ്മുടെ പാഴ്സനേജിൽ നിന്നല്ലേ പാസ്റ്ററെ? ആണേ, പാഴ്സനേജിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അവിടെ വന്നത്. ഇവിടുത്തെ പാഴ്സനേജിൽ ഒരു പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടു. അടിയിൽ തീ കത്തുമ്പോഴും അകത്ത് വെള്ളം തിളച്ചു മറിയുമ്പോഴും ആ പാത്രം നിശബ്ദമായി അത് സഹിച്ചു. ആ പാത്രത്തിന് ഇവിടെ വരാൻ ഒരു യോഗ്യതയുമില്ല. നിങ്ങളുടെ വീട്ടിൽ ആഹാരം പാകം ചെയ്യുന്ന അടുക്കള പാത്രങ്ങളെക്കുറിച്ച് ഞാൻ എഴുതി. കരിയേൽക്കാൻ, പുകയേൽക്കാൻ ചില പാത്രങ്ങൾ ഏൽപ്പിക്കപ്പെടും. ഈ സ്റ്റേജിൽ വരാൻ അതിന് യോഗ്യതയില്ല. പക്ഷെ ഈ പാത്രം ഈ സ്റ്റേജിൽ വരാൻ യോഗ്യത നേടിയത് ഒരു പാത്രം കരിക്കായി, തീക്കായി ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്. കരയുന്ന പിതാവേ, പ്രാർത്ഥിക്കുന്ന മാതാവേ, നിന്നെ ആരും കാണുന്നില്ലെങ്കിലും അനേകം മാനപാത്രങ്ങൾ കാഴ്ചവെക്കപ്പെടുന്നു. ശക്തിയോട് കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. ദൈവത്തിൻ്റെ ദാസന്മാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേര് പോലും ആർക്കും അറിയില്ല. ഞാനും ഒരു സെൻട്രൽ പാസ്റ്ററാണ്. 25 വർഷം കൊണ്ട് ഞാനും ഒരു സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്നുണ്ട്. അപ്പച്ചനോട് ചേർന്നായിരുന്നെങ്കിലും അനേക സ്ഥലം മാറ്റ സമയത്ത് ഞാനിത് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ദൈവദാസന്മാരുടെ ഭാര്യമാരുടെ പേര് പോലും പറയാത്തേറിയ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കറിയാം, ബീമോനച്ചൻ എന്ന ഞാൻ ഈ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ, ലോകത്ത് ഞാൻ എവിടെ നിന്ന് പ്രസംഗിച്ചാലും സമയവ്യത്യാസമില്ലാതെ അതേ സമയത്ത് എൻ്റെ പ്രാർത്ഥനാമുറിയിൽ എൻ്റെ റൂമിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവളുണ്ട്. അവിടെ പേര് പോലും ആർക്കും അറിയില്ല. ഇത് പറയുന്നത് ഒക്കെ ഇഷ്ടമല്ല, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എത്രയോ കിലോമീറ്റർ നിന്ന് പ്രസംഗിക്കുന്ന ഒരു അഭിഷക്തൻ സ്റ്റേജിൽ ശോഭിക്കാൻ ചെറ്റക്കുടിൽ മുട്ടിന്മേൽ നിന്ന് കരയുന്ന ഒരു പാവപ്പെട്ട ഒരു ദൈവദാസിയുടെ കണ്ണുനീരിന് ശക്തിയുണ്ട്. മോനെ, നിന്നെ ഇതുവരെ കൊണ്ടുവന്നതും ഇതുവരെ നിർത്തുന്നതും ആരുടെയോ കണ്ണുനീരിന്റെ ശക്തിയാ. ശക്തിയോട് കരമടിച്ച് സ്വോത്രം പറഞ്ഞേ. ദൈവത്തിന്റെ ദാസ, നിന്നെ നിർത്തുന്നത് കണ്ണുനീരാ. ഞാൻ പറഞ്ഞാൽ അധികപ്പറ്റ നിങ്ങൾ ചിന്തിക്കരുത്. ഈ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഇങ്ങോട്ട് മുമ്പോട്ട് വന്നപ്പോൾ 3 തവണ തമ്പുരാൻ ഇവന്റെ എല്ലാം പ്രവൃത്തി കണ്ടിട്ട് പറഞ്ഞു, എന്നെ വിട്, ഞാൻ ഈ ജാതിയെ നശിപ്പിക്കും, നിന്നെ ഒരു ജാതിയാക്കി മാറ്റും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ദാസൻ, എനിക്കിഷ്ടമാ, അദ്ദേഹം നെടുമ്പാട് വീണ് കരഞ്ഞെന്ന്. അയ്യോ, മോശ ആരാന്നാണ് നിങ്ങൾ ചിന്തിച്ചത്? മിസ്രൈമിലെ സകല ജ്ഞാനം അഭ്യസിച്ചവൻ. 25 നേരെ വന്നാൽ അടിച്ച് നിരപ്പാക്കാൻ അവന് ശക്തിയുണ്ട്, അല്ലേ ചാ? മിസ്രൈമിൽ വെച്ച് ഒരുവൻ ചെന്നപ്പം അവനെ ഒറ്റയടിക്ക് കൊന്ന് മരുഭൂമിയിലെ മണ്ണ് മാറ്റി കുഴിച്ചിടാൻ തക്ക കായബലമുണ്ട്. ചുമ്മാതൊന്നും മരുഭൂമിയിലെ മണ്ണ് മാറ്റാനൊക്കത്തില്ല. ആ മണ്ണ് മാറ്റി കുഴിച്ചിടാൻ ശക്തിയുള്ളവനെ ദൈവം തമ്പുരാൻ എവിടേക്ക് വിട്ടു? മരുഭൂമിയിലേക്ക് വിട്ടു. ആടിൻ്റെ പുറകിന് വിട്ടു. മര്യാദ പഠിപ്പിച്ചു, സഹിഷ്ണുത പഠിപ്പിച്ചു. അഭിഷക്തനെ കുറിച്ച് എഴുതി, എൻ്റെ ദാസനായ മോശയോ. പറഞ്ഞാട്ടെ ദൈവാസന്മാരെ, ഭൂലോകത്തിലുള്ള സകല മനുഷ്യരിലും
അതിസൗമ്യൻ. ഏതോ ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ ഈ മോശയുടെ പഴയ സ്വഭാവം വെച്ച് വിട്ടിരുന്നെങ്കിലേ ഇസ്രായേൽ മക്കളെ സകല എണ്ണത്തിനെ മോശ തന്നെ തല്ലിക്കൊന്നേനെ. ഓരോ അടി ഓരോ കൊന്നതായിട്ട്. അതുകൊണ്ട് അവൻ്റെ സ്വഭാവം മാറ്റി തമ്പുരാൻ വിട്ടു. ഈ മോശ 30 എണ്ണം വന്നാൽ ഒന്നിച്ച് നേരിടാനുള്ള കായബലമുള്ള മോശയെക്കുറിച്ച് വായിച്ച് ഞാൻ കരഞ്ഞു. അവൻ്റെ നേരെ ജനമെല്ലാം കൂടെ വന്നപ്പോൾ അവൻ നെടുമ്പാട് വീട് കരഞ്ഞു. അതാണ് യഥാർത്ഥ ലീഡർഷിപ്പ്, അതാണ് യഥാർത്ഥ നേതാവ്. കണ്ടത്തടിക്ക് മുണ്ടത്തടി എന്ന് പറയുന്നവനല്ല, എന്നെ നോണ്ടിയാൽ ഞാൻ മാന്തുവെന്ന് പറയുന്നവനല്ല ആത്മീയൻ. ഏതു പ്രതിസന്ധി വന്നാലും മുട്ടിമേൽ നിൽക്കുന്നവനാണ് ആത്മീയൻ. ഒന്ന് ശക്തിയോടെ സ്വോത്രം പറയാം അമ്മമാര്. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? മോശെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വന്നപ്പോൾ അവൻ നെടുമ്പാട് വീണ് കരഞ്ഞപ്പോൾ യഹോവയുടെ തേജസ് ഇറങ്ങി. നിന്നെ തൊട്ടാൽ ഇടപെടുന്ന ഒരു സ്വർഗത്തിലുണ്ട്. കയ്യൊന്ന് അടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. സ്വത്രം. ഞാൻ പറയാൻ വന്ന അതല്ല ദൈവദാസ. 3 തവണ തമ്പുരാൻ പറഞ്ഞു, എന്നെ വിട്, ഞാൻ ഇവരെ കൊല്ലട്ടെ. അപ്പോൾ ദൈവത്തിന്റെ അഭിഷക്തൻ നെടുമ്പാട് വീണു. മോശ പറഞ്ഞു, എന്നെ കൊന്നു, ഈ ജനത്തെ കൊല്ലരുത്. മോശയുടെ മധ്യസ്ഥതയാൽ ഇസ്രായേലിനെ ദൈവം വെറുതെ വിട്ടു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? പ്രിസ്പറ്റയുടെ മിടുക്കോ കൗൺസിലിന്റെ ഫണ്ട് ഇടമോ അല്ല. ഇതിനകത്ത് മുണ്ടു മുറുക്കി ഉടുത്ത് കരയുന്ന പാവപ്പെട്ട ദൈവമക്കളുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നത്. എല്ലാവരും ശക്തിയോടെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. ഞാൻ പറഞ്ഞത് ശരിയാണ്, ദൈവത്തെ ശ്രദ്ധിച്ചാൽ മതി. നിന്റെ കണ്ണുനീരിന് ശക്തിയുണ്ട്. മാനസാന്തരത്തിന് അവസരം കൊടുക്കും. ന്യായവിധി താമസിപ്പിക്കപ്പെടും. സ്തോത്രം. അതുകൊണ്ട് കരച്ചിൽ നിർത്തരുത് കേട്ടോ. ഇത്രയും നാളത്ത് കരഞ്ഞിട്ട് എന്നാ ഫലമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? അവിടെ എത്തുമ്പോൾ അറിയുന്നേ. സ്തോത്രം. ഒന്ന് കൈ ഉയർത്തിക്കേ. ഞാനെപ്പോഴും പറയും, ഈ ദൃശ്യവിടുതലിനേക്കാൾ വലുതാണ് അദൃശ്യവിടുതൽ. ഇവിടെ ഞാൻ ഇന്ന് രാവിലെ ഞങ്ങളുടെ മാസമൊക്കെ ഒരു ഓണർ വിവാഹങ്ങളാണ്. കയറി നിന്നാൽ മതി, മാസ്റ്റർക്കൊക്കെ അറിയാം. സ്തോത്രം. അപ്പം ഞാനിവിടെ ശക്തിയോട് ഇതിൽ പ്രസംഗിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, ഈ കുറിപ്പൊന്നുമല്ല, കയറി നിൽക്കുമ്പോൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് തരിക. അതുകൊണ്ട് ഈ പിള്ളേരൊക്കെ ഇതങ്ങ് കൊണ്ടുപോവാം. 30,000, 60,000, 80,000, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെ ആളുകളാണ് ഇപ്പം മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കട്ടിങ് ഇങ്ങനെ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാൻ വന്നത്, ഇടിവിൽ നിൽക്കാൻ ആളുണ്ടോ? മുട്ടിമേൽ നിൽക്കാൻ ആളുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ന്യായവിധി താമസിപ്പിക്കപ്പെടും. പക്ഷപാതം ചെയ്യാൻ ആളുണ്ടോ? കരയാൻ ആളുണ്ടോ? ഹല്ലേലൂയ. ന്യായവിധി താമസിപ്പിക്കപ്പെടും. കരയുന്ന നിന്നെ ആരും കാണുന്നില്ലെങ്കിലും കാണുന്നൊരു സ്വർഗമുണ്ട്. പ്രാർത്ഥിക്കുന്നതിനെ ആരും കാണുന്നില്ലെങ്കിലും കാണുന്നൊരു ദൈവമുണ്ട്. കൈയടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. യെസ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നുകിൽ ലോകാവസാനം അല്ലെങ്കിൽ ജീവാവസാനം. ഇത് രണ്ടിലാരും ഏത് നിമിഷവും സംഭവിക്കാം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, വീടോടടുത്തു എന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ? ഒന്നും കേട്ടില്ല. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ആകെ ദുഃഖമാണെന്ന് തോന്നുന്നു. വീടോടടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ? എനിക്ക് സന്തോഷമാണ്. ഞാൻ സ്ഥിരയാത്രികനാണ്, എപ്പോഴും യാത്ര ചെയ്യുന്നവനാണ്. ഈ റോഡിൽ കൂടെ ഒക്കെ രാത്രി 12 മണിക്കോ 1 മണിക്കോ ഒക്കെ യാത്ര ചെയ്യും. ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ വിദേശത്തൊക്കെ ചെല്ലുമ്പോഴേ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് തിരിച്ച് കയറി വിടും വരെ കൈവെള്ളം കൊണ്ട് നടക്കാൻ ആളുണ്ട്, അല്ലെ? അതുപോലെ സംരക്ഷിക്കാൻ ആളുണ്ട്. എൻ്റെ വീടിനേക്കാൾ വലിയ വീട്ടിലും എൻ്റെ വീട്ടിലെ ഭക്ഷണത്തേക്കാൾ നല്ല ഭക്ഷണവും കിട്ടാറുണ്ട്. പക്ഷേ എപ്പോൾ ഏത് രാജ്യത്ത് ഇറങ്ങിയാലും എൻ്റെ ചിന്ത എപ്പം വീട്ടിൽ പോകാമെന്ന, എപ്പം വീട്ടിലെത്താവുന്ന സന്തോഷം മാസം. കാരണം ഞാൻ അവരോടൊക്കെ പറയും, എത്രയോ വർഷം മുമ്പ് നമ്മൾ ദോഹയിലല്ലേ, 30-35 വർഷം മുമ്പ്. അപ്പം ഞാൻ പറയും, നിങ്ങളിവിടെ പെർമനൻറ്റ് വിസക്കാരും ഞാൻ ഇവിടെ വിസിറ്റിംഗ് വിസക്കാരനുമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇവിടുന്ന് ഈ വഴിക്കൊന്ന് അങ്ങോട്ട് പോകാമെങ്കിൽ വണ്ടി ഓടിക്കുന്ന സഹോദരൻ്റെ കൂടെ ഉണ്ട്. മാവേലിക്കര എടുക്കുമ്പോൾ ഞാൻ പറയും, ഇനിയും 15 മിനിറ്റ് കൂടെ, ഇനിയും 15 മിനിറ്റ്. എന്തിനാ സാമേ? വീട്ടിലെത്താം. നിങ്ങളുടെയൊക്കെ പേരല്ലേ എനിക്കറിയല്ലേ. തിരുവനന്തപുരത്തു നിന്ന് വരുമ്പം കൊല്ലമെടുക്കുമ്പോൾ പറയും ഇനിയും 1 മണിക്കൂർ. ആലപ്പുഴയിൽ നിന്നാണെങ്കിൽ എറണാകുളത്തു നിന്നാണെങ്കിൽ ആലപ്പുഴ വരുമ്പോൾ പറയും 1 മണിക്കൂർ. കായംകുളം എത്തുമ്പോൾ പറയും ഇനിയും 3 മിനിറ്റ്
എന്തിനാച്ചാ? ഒന്ന് പറയുന്നേ. വീട്ടിലെത്താ. വീടോടടുക്കുന്നത് കേൾക്കുമ്പോൾ ദുഃഖമാണോ സന്തോഷമാണോ? യാത്ര ക്ലേശകരമാണെങ്കിൽ തീരാറായെന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ്. യാത്ര സന്തോഷകരമാണെങ്കിൽ മുമ്പോട്ട് പോട്ടെന്ന് പറയും. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ചെല്ലുന്നിടത്തെല്ലാം ചോദിക്കും, യാത്ര സുഖകരമായിരുന്നു? എൻ്റെ പൊന്നെ, ഇതിൽ നിന്ന് ഇറങ്ങിയാൽ മതി. സ്വോത്രം, സ്വോത്രം. ഈ 3 മിനിറ്റിൻ്റെ കാര്യം പറഞ്ഞു. 3 മിനിറ്റാ. അതിനെക്കുറിച്ച് മർമ്മമുണ്ട് ദേവസ്വന്മാരെ. തിരുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഒരു കുടുംബം കായംകുളത്തെത്തിയിട്ട്, കറ്റാനം 10 കിലോമീറ്ററേ ഉള്ളൂ, കുറച്ച് പത്തനാപ്പുറത്ത്. കായംകുളത്തെത്തി കാപ്പി ഇട്ടോളാൻ പറഞ്ഞു. ഇപ്പോൾ ഈ മൊബൈലുണ്ട് അങ്ങനെ സംഭവം. കാപ്പി ഇട്ടു, കായംകുളത്തി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത വാർത്ത വന്നു, ഒരു ആക്സിഡൻറ്റിൽ 3 പേര് തീർന്നു. മനസ്സിലാകുന്നോ? 3 മിനിറ്റാ. വീടോടടുത്തിട്ടും വീട്ടിലെത്തിയില്ലെന്ന് വരരുത്. ഞങ്ങൾ ഈ രാത്രി യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി ചെറുപ്പക്കാരെ ആക്സിഡൻറ്റിൽ കിടക്കുന്ന കാണാം. ഈ ഹെൽമെറ്റിനകത്ത് തലയോട് പൊട്ടിയൊക്കെ. ഇതൊക്കെ ഒരു മർമ്മങ്ങളാണ്, മനസ്സിലാക്കിയാണോ ഈ പറയുന്നത്? ഈ തലച്ചോറ് ചെയ്തിലേക്ക് കിടക്കുന്ന കാണാം. അപ്പോൾ ഞാൻ പലരും പറയാറുണ്ട്, ഓരോ ആക്സിഡൻറ്റും നിനക്ക് തരുന്നൊരു മുന്നറിയിപ്പുണ്ട്. സൂക്ഷിച്ച് യാത്ര ചെയ്താൽ വീട്ടിൽ ചെല്ലാം. വല്ലതും മനസ്സിലാകുന്നോ? ദൈവദാസ, ദൈവപൈതലേ, പ്രസംഗിയൻ വീണു, പ്രവാചകൻ തകർന്നു, ഇന്നാര് വീണെന്ന് പറയുമ്പോൾ നിനക്കൊരു മുന്നറിയിപ്പ്. സൂക്ഷിച്ച് യാത്ര ചെയ്താൽ നിനക്ക് വീട്ടിൽ ചെല്ലാം. സ്തോത്രം. വീടോടടുത്തു എന്ന് കേൾക്കുമ്പോൾ ദുഃഖമാണോ സന്തോഷമാണോ? ഉറക്കെയൊന്ന് പറ. സന്തോഷം. ഈ സന്തോഷം വരണമെങ്കിൽ ഒന്ന്, ഈ നമ്മുടെ അവിടെ നാട്ടിലൊക്കെ, നമ്മുടെ ഇവിടെയൊക്കെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഈ ചിലർ ഓടെ പോയിരിക്കും, ബാർബർ ഷോപ്പിലിരിക്കും, വീട്ടിൽ പോകത്തില്ല. കടക്കാരൻ പറയട, ഞാൻ കടയടയ്ക്കാൻ പോവാ. അവൻ പറ കുറച്ചുകൂടി ഇവിടെ ഇരിക്കട്ടെന്ന്. അപ്പം അവന് വീടിനേക്കാൾ സുഖം എവിടാ? വീടോടടുത്തെന്ന് കേട്ടിന് സന്തോഷമില്ലെങ്കിൽ നിനക്ക് വീടിനേക്കാൾ സുഖം ബാർബർ ഷോപ്പാണ്. ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. അതൊരു മർമ്മമാണ്. ഞാൻ ഒത്തിരി ഇവിടുത്തെ കല്യാണം നടത്തി. എൻ്റെ രാജൻ സഹോദരനൊക്കെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ സാധാരണ ഇപ്പം പറയും, ഈ വീടോടടുത്തെന്ന് കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷം ഉണ്ടാകും. ഒന്നുകൂടെ പറയാം. നിൻ്റെ ഭാര്യ, നിൻ്റെ ഭർത്താവ്, നിൻ്റെ കുഞ്ഞ്, നിൻ്റെ പിതാവ് വീട്ടിൽ നിറങ്ങിയാൽ വേഗം മടങ്ങിയെത്താൻ കൊതിക്കുന്നിടമായി നിൻ്റെ വീട് തീരണം. വീടെന്ന് കേൾക്കുമ്പോൾ ഭീതിയല്ല, വേഗം മടങ്ങിയെത്താൻ കഴിയുന്നൊരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് നിന്റെ വീടായിരിക്കണം. ഒന്ന് ശക്തിയോടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. 3, സമയം പോയോണ്ടാ. വീടോടടുത്തു എന്ന് കേൾക്കുമ്പോൾ സന്തോഷമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വീടിനെ കുറിച്ച് അറിയേണ്ടതുപോലെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. നമ്മുടെ കർത്താവ് പ്രപഞ്ചത്തിൻ്റെ ശില്പിയാണ്, പ്രപഞ്ചത്തിൻ്റെ തച്ചനാണ്. അവൻ വാക്കാലുണ്ടാക്കിയ ഭൂമി ഇത്ര മനോജ്ഞമാണെങ്കിൽ, മനോഹരമാണെങ്കിൽ, 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൻ്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയ്ക്ക് വേണ്ടി വീടുണ്ടാക്കാനല്ല പോയാണോ, വീടൊരുക്കാൻ പോയി. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. അതെത്ര മനോഹരമായിരിക്കും. കൈ ഒന്ന് ഉയർത്തിയാട്ടി സ്തോത്രം പറഞ്ഞേ. ഞാൻ എന്താ ഈ മെസ്സേജ് പറഞ്ഞറിയാമോ? ഞാൻ ഈയിടെ എഴുതി, ഇതൊക്കെ പഠിപ്പിക്കണം. പ്രത്യാശയോട് ജീവിക്കാൻ മാത്രമല്ല, പ്രത്യാശയോട് മരിക്കാനും വിശ്വാസി ഒരുങ്ങിക്കോണം. എന്നല്ല തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും, എന്നല്ല തീർന്നു കേൾസേ ഹല്ലേലൂയ പാടും, നല്ലവനാം യേശുവോട് കൂടെ. ഓ അവനിടം വിട്ടു ശരീരബദ്ധനായി, അവനിടം വിട്ടു ശരീരബദ്ധനായി, ലോകേ വലഞ്ഞു ഞാൻ വീടോടടുക്കുമേ, ലോകേ വലഞ്ഞു ഞാൻ വീടോടടുക്കുമേ. ഓ എൻ പ്രിയൻ പാർപ്പിടാം മനോഹര ഹർമ്മ്യം, എൻ പ്രിയൻ പാർപ്പിടാം
മനോഹരഹർമ്മ്യം മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം ഓ കണ്ടാനന്ദിച്ചിടാൻ നിത്യമായി വാണിടാൻ കണ്ടാനന്ദിച്ചിടാൻ നിത്യമായി വാണിടാൻ എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ. ഈ ജഡത്തിന്റെ ചിന്തയും ആത്മാവിന്റെ ചിന്തയും ഉണ്ട്. ജഡത്തിന്റെ ചിന്തയും ലോകത്തിന്റെ ചിന്തയും ആത്മാവിന്റെ ചിന്തയുണ്ട്. അതായത് ഞാൻ നോക്കിയേ, ഈ പാട്ട് കേൾക്കുന്നതിന്റെ വലിച്ചിൽ വരും ചിലടത്ത്, ഒരു വലിച്ചിൽ അല്ലേ. അതിന് കാരണം ഞാൻ പറയാം. ഈ ശവമഞ്ചം, ശവവടക്ക്, സെമിത്തേരി, ശവപ്പെട്ടി ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാ. ചത്താ മതി എന്നൊക്കെ പറയും, പക്ഷെ യഥാർത്ഥത്തിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ജഡത്തിന് ഇവിടുന്ന് പോകാൻ ഇഷ്ടമല്ല. 93 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചന് കൊച്ചുമോള് ചായ കൊണ്ട് കൊടുത്തു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടാണ് ഉദാഹരണം വന്നേ. അപ്പൊ ഈ കൊച്ചുമോള് ചായ കൊണ്ട് കൊടുത്തപ്പോൾ അപ്പച്ചൻ ഞങ്ങൾ സൂക്ഷിച്ച് നോക്കുക. ചോദിച്ചു, മോള് ചോദിച്ചു, അപ്പച്ചനെ ഇത്ര സൂക്ഷിച്ചെന്നെ നോക്കുന്നേ? ഉടനെ അപ്പച്ചൻ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ വല്യമ്മച്ചിയായിരുന്നു ചായ കൊണ്ട് തന്നത്. കുറെ കാലം മുമ്പ് നിന്റെ അമ്മയാണ് ചായ തന്നത്. ഇപ്പൊ നീയാണ് ചായ തരുന്നത്. നീ കൂടെ പോയാ പിന്നെ ആര് ചായ തരുമെന്ന് നോക്കുക. അതായത് നമ്മുടെ ഈ ജഡത്തിന്റെ പ്രത്യേകതയാ. നമുക്കിതൊന്നും ഇഷ്ടമല്ല. പക്ഷേ എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. നല്ലവനാവൻ യേശുവോടും നല്ലവനാം യേശുവിനോടു കൂടെ വാണിടും. ഓ അവനിടം വിട്ടു ശരീരബദ്ധനായി അവനിടം വിട്ടു ശരീരബദ്ധനായി ലോകെ വലഞ്ഞു ഞാൻ വീടോടടുക്കുമേ. ലോകെ വലഞ്ഞു ഞാൻ വീടോടടുക്കുമേ. ഇതിന്റെ ഒരു ചാൻസ് ഞാൻ പാടുമ്പോൾ നിങ്ങൾ എന്നെ അല്ല തീർന്നെന്ന് പറയുമ്പോൾ ഇത് ദേശം കേൾക്കട്ടെന്നേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊന്നും നമുക്ക് ഇഷ്ടമല്ലേലും ഈ പാട്ട് വരുമ്പോ നമ്മൾ അറിയാതുള്ളതാ. കൈയടിച്ചു പോവല്ലേ, ആത്മാവിൽ ആരാധിക്കല്ലേ. കാരണം ഇതിനകത്തിരിക്കുന്ന ആത്മാവിന്റെ ചിന്ത മേളോട്ട് കുതിക്കണമെന്നാണ്. ജഡത്തിന്റെ ചിന്ത ഇവിടെ പിടിച്ചിടണമെന്നാണ്. എന്നല്ലൽ തീർന്നു ഞാൻ ശബ്ദത്തിൽ എന്നല്ലൽ തീർന്നു ഞാൻ. എന്നല്ലൽ തീർന്നു ഞാൻ. എന്നല്ലൽ തീർന്നു ഞാൻ. എന്നല്ലൽ തീർന്നു ഞാൻ. വല്ലഭനാമൻ യേശുവോടു കൂടെ വാണിടും. വല്ലഭനാമൻ യേശുവോടു കൂടെ വാണിടും. ഓ അവനിടം വിട്ടു ശരീരബദ്ധനായി അവനിടം വിട്ടു ശരീരബദ്ധനായി ലോകെ വലഞ്ഞു ഞാൻ വീടോടടുക്കുമേ. ലോകെ വലഞ്ഞു ഞാൻ വീടോടടുക്കുമേ. എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. വല്ലഭനാമൻ യേശുവോടു കൂടെ വാണിടും. ദുമാനവ ശോഭാനവ എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. യേശുവിനോടു കൂടെ വാണിടും. യേശുവിനോട് കൂടെ വാണിടും. ജീവനോടെ ഇരിക്കുമ്പോൾ ഈ ഉറപ്പുള്ള ദൈവം ഇതിൽ ഒന്നുകൂടെ കയ്യെന്ന് അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ പ്രത്യാശ.
ഭാവികാലം ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഞെട്ടലല്ല, ഭാവികാലം ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഈ തൻ്റെ ഇടത്തോട് വേണം ജീവിക്കാൻ. വീടോടടുക്കുന്നു കേൾക്കുമ്പോൾ സന്തോഷമാണ്. എപ്പോഴാലും ഞങ്ങൾ പോകണം. ഇവിടെ ചെല്ലുന്ന എവിടാ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവൻ്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി. ഈ തൻ്റെ ഇടമുള്ളവരൊന്നുകൂടെ കൈ ഉയർത്തിയാട്ടിക്ക് പ്രാപിച്ചോണം. ടൈം ഈസ് അറ്റ് ഹാൻഡ്, നൗ ഈസ് ദ ടൈം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അമേരിക്കയിൽ ഒരു കോൺഫറൻസിൽ പ്രസംഗിക്കുമ്പോൾ സമയമെടുത്തു എന്ന വിഷയം അവർ പ്രസംഗിക്കാൻ തന്നു. ഞാൻ പ്രസംഗിച്ചു. 30ഓളം കാര്യങ്ങൾ ദൈവസഭയെ ഓർപ്പിക്കാൻ പരിശുദ്ധാത്മാ പറഞ്ഞു. വലിയ റിവൈവൽ അവിടെ ഉണ്ടായി. അത് പുസ്തകമാക്കി. ചിലർ കാണും. സമയമെടുത്തു. നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങൾ പറഞ്ഞ് ഈ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് വരാറായെന്ന് പറഞ്ഞ് നിൻ്റെ ജീവിതത്തിൽ ഒരുക്കം വേണം. എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം. നമ്മൾ വായിച്ചിടത്തുണ്ട് നാം വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. ചില താമസം എന്ന് വിചാരിക്കുന്നവർ കർത്താവ് വരാൻ താമസിക്കുന്നില്ല. നാം എന്ത് ചെയ്യണം? പെട്ടെന്ന് ഒന്ന് കുറിച്ചോ നിങ്ങൾ. 2 കിങ്സ് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 26-ാം വാക്യം. എൻ്റെ അവസാനത്തെ പദം മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ ഇതിനോ സമയം. അവിടെ ഉണ്ട് ആടുമാട് വാങ്ങാനും വാങ്ങാനും ഇപ്പോൾ ഇതിനോ സമയം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. കരിങ്കുറ്റിക്കാരെല്ലാം കൂടെ ഒന്ന് പറഞ്ഞേ. ഇപ്പോൾ, ഉറക്കം പറയുന്നേ. ഇപ്പോൾ ഇതിനോ, ശബ്ദം കേട്ടില്ല. ഇപ്പോൾ ഇതിനോ സമയം. എന്ത് കാര്യം ചെയ്താലും ചോദിക്കണം, ഇപ്പം ഇതിനാണോ? ഇപ്പം ഇതിനാണോ? ഇപ്പം വഴക്കുണ്ടാക്കാനാണോ സമയം? കേസ് കൊടുക്കാനാണോ സമയം? ഇവിടെ കർത്താവ് എടുക്കാൻ വാതുക്കലാണോ? എപ്പോൾ ശ്വാസം പോകുന്നറിയില്ല. ഇപ്പം ഇതിനാണോ സമയം? ഇപ്പം ഇതിനാണോ സമയം? നിങ്ങൾ കേട്ടുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പലയിടത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു ബസ്സിൽ ഒരു കൊഞ്ച് യാത്ര ചെയ്യുകയാണ്. ഒരു പെങ്കൊച്ച്, ചെറുപ്പക്കാരി. അവിടെ അരികിലൊരു സീറ്റ് ഒഴിഞ്ഞിരിപ്പുണ്ട്. ഒരു അമ്മച്ചി ആ ബസ്സിലേക്ക് വന്ന് അമ്മച്ചിയുടെ കയ്യിലൊരു ബാഗും ഉണ്ട്. അമ്മച്ചി പ്രായമായ അമ്മച്ചിയാണ്. ഈ ബാഗും അതേ വെച്ച് അമ്മച്ചിയും കയറിയിരുന്നു. എന്നിട്ട് ഈ കുഞ്ഞിനെ, ഈ പെങ്കൊച്ചിനെ 10-20 വയസ്സുള്ളവളെ തിക്കുക. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, കൊച്ചേ നിനക്ക് ഈ അമ്മയോട് പറയരുതോ ബാഗെടുത്ത് താഴെ വെക്കാൻ? ഉടനെ ഈ കൊച്ചു പറയാണ്, ഞാനിതിലെ യാത്രക്കാരിയാണ്. ഞങ്ങൾ 2 പേരും യാത്രക്കാരാണ്. ആദ്യം ഞാനാണോ ഇറങ്ങുന്നത്, ഈ അമ്മയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ തമ്മിൽ ഇതിനകത്ത് അല്പസമയമേ ഉള്ളൂ. ഈ സമയം വഴക്കുണ്ടാക്കാനുള്ളതല്ല. മനസ്സിലാകുന്നുണ്ടോ മോനെ? നിന്റെ പപ്പ നിന്റെ കൂടെ എത്ര നാൾ കാണുമെന്നറിയാമോ? നിന്റെ മമ്മി നിന്റെ കൂടെ എത്ര കാലം കാണുമെന്നറിയാമോ? നിന്റെ പാസ്റ്റർ നിന്റെ കൂടെ എത്ര കാലം ഉണ്ടെന്ന് നിനക്കറിയാമോ? വഴക്കുണ്ടാക്കാനുള്ള സമയമല്ല. എൻ്റെ 7ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ്റെ ഡെഡ് ബോഡി മുമ്പിൽ നിന്ന് കരഞ്ഞവനാണ് ഞാൻ. ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ പോൾ യോഗിച്ചോടൊപ്പം അമേരിക്കയിലെ ഏറ്റവും വലിയ കോൺഫറൻസിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നോട് യാത്ര ചോദിക്കാതെ എൻ്റെ അമ്മ നിത്യത്തിലേക്ക് പോയി. എനിക്കറിയാം ജീവൻ്റെ വില, ബന്ധങ്ങളുടെ വില. ഞാൻ പലയിടത്തും പറഞ്ഞ് നിങ്ങൾ കേൾക്കും. കല്യാണങ്ങളിൽ കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരും ഇരുന്ന് കരയും. ഞങ്ങളൊക്കെ കൊതിക്കുക, ഇച്ചിരൂടെ അപ്പനെ കിട്ടിയായിരുന്നെങ്കിലും. അമ്മ നീട്ട് വട്ടുതട്ടല്ലേ? ഇപ്പം ഇതിനാണോ സമയം? എപ്പോഴും ഓർത്തോണം, ഇപ്പം ഇതിനാണോ? കൈ ഉയർത്തിയൊരു സ്തോത്രം പറഞ്ഞേ. ഒരു കപ്പൽ ഒരു മഞ്ഞെട്ടിലിടിച്ച് ആടി വലയാൻ തുടങ്ങി. സാധാരണ ഈ കപ്പലുകൾ ലൈഫ് ബോട്ടുകൾ കയറ്റും. ഈ പ്ലെയിനിലൊക്കെ പോകുന്നവർക്കറിയാം, കയറിയ ഉടനെ നമ്മളോട് ഫ്ലൈറ്റ് അറ്റൻഡേഴ്സ് മുമ്പിൽ വന്നിരുന്ന് കൈക്കറി കാണിച്ചുകൊണ്ട് പറയും, ഇത്തിരി പേരല്ലേ ഇരിക്കുന്നവരാ. ഈ പ്ലെയിൻ അങ്ങോട്ടും പറന്ന് പോകുമ്പം ഓക്സിജൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓക്സിജൻ മൂക്കിലോട് വെച്ച് ഭൂന്ന് വലിച്ചു കയറ്റണം. അടിയന്തരമായി ഇത് ലാൻഡ് ചെയ്യുമ്പോൾ അടിയന്തരമായി ഇത് വരും. അപ്പം പെട്ടിയും പ്രമാണമൊന്നും എടുക്കാതെ അതേക്കൂടെ വന്ന് ഷൂന്ന് നിരങ്ങി ഇറങ്ങണം. അമേരിക്കയിൽ നിന്ന് വന്നാലും പാസ്പോർട്ട് പോലും എടുക്കരുത്, പെട്ടി എടുക്കരുത്, ഡോളർ എടുക്കരുത്, എല്ലാം കൊണ്ട് ചാടണം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അതും കൊണ്ട് ചാടുമെന്ന് തോന്നുമല്ലോ. ഇത് ചിലപ്പോൾ കടലിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലൈഫ് ജാക്കറ്റ് എടുത്ത് നിങ്ങൾ ആദ്യം ഇടണം, പിന്നെ പിള്ളേർക്ക് ഇട്ട് കൊടുക്കണം. വിഷിലുണ്ട്, അതെടുത്ത് ഷൂ നൂതണം, ലൈറ്റിങ്ങിനെ കത്തിക്കണം. സത്യം പറഞ്ഞാൽ ദൈവദാസ, ഞാനിപ്പം കയറുമ്പോൾ ഇത് ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം എനിക്കറിയാം താഴോട്ട് പോയാൽ പിന്നെ പോക്കാം.
പിന്നെ വിഷ്ണുത്തും നടക്കത്തില്ല, ഒരു കുന്തവും നടക്കത്തില്ല. ഓരോ ടേക്ക് ഓഫും ഓരോ ലാൻഡിക്ക് ദൈവത്തിൻ്റെ കൃപയാ. ഇത് കയറി പറ്റിയ ഇറങ്ങിയെങ്കിൽ കൃപ. ഒരു സ്വതന്ത്രം കേട്ടില്ലല്ലോ. അപ്പോൾ ഒരു ലൈഫ് ബോട്ടൊക്കെ കേട്ടുകൊണ്ടു ബോട്ട് പോവുക, ബോട്ട് ഇടിച്ചു. അപ്പം മുങ്ങാറായപ്പോൾ ലൈഫ് ബോട്ട് ഇറക്കി. എന്നിട്ട് ക്യാപ്റ്റൻ പറഞ്ഞു എല്ലാവരും ഇറങ്ങി ലൈഫ് ബോട്ടിലൊക്കെ കയറാൻ പറഞ്ഞു. ഒന്നും എടുത്തേക്കല്ലെന്ന് പറഞ്ഞു. പെട്ടി എടുക്കരുത്, പ്രമാണം എടുക്കരുത്, ഒന്നും എടുക്കരുത്, വെറും കയ്യോട് ലൈഫ് ബോട്ടിലേക്ക് പോകാൻ പറഞ്ഞു. എല്ലാവരും ഡോളറും ചെക്കും പണവും സ്വർണവും പെട്ടിയും പ്രമാണം എല്ലാം ഇട്ടിട്ട് ഓടുക ജീവരക്ഷയ്ക്ക് വേണ്ടി. എല്ലാവരും ഈ ലൈഫ് ബോട്ടിലേക്ക് ഓടുമ്പം ഒരുവൻ ആ കപ്പലിൽ നടന്ന് ആളുകൾ ഇട്ടിട്ട് പോയ സ്വർണവും ഡോളറും എല്ലാം വാരിക്കൂട്ട്. ആളുകളെ വെച്ചോടൂ, ഇയാൾക്ക് ഭ്രാന്താണോട്, ഇയാൾക്ക് ജീവൻ വേണ്ടവിടെ, രക്ഷ വേണ്ടവിടെ. അപ്പോൾ അവൻ പറയാ, എൻ്റെ ആയുസിൽ ഇത്രയും സ്വർണവും വെള്ളിയും ഡോളറും ഞാൻ കണ്ടിട്ടില്ല, ഇതിനിടെ കിടന്ന് ചത്താലും വേണ്ടില്ലെന്ന്. എൻ്റെ ദൈവദാസാചാരുടെ പരക്കം പാച്ചിൽ കണ്ടിട്ട് ഇതിനിടെ കിടന്ന് ചത്താലും വേണ്ടില്ലെന്ന്. സ്വോത്രം. ഇവിടെ നിനക്ക് ദൈവം തന്നൊക്കെ അനുഭവിച്ചോ, പക്ഷെ കാഹളനാദം കേൾക്കുമ്പോൾ ഇവിടുന്ന് മേളോട്ട് പറക്കാൻ തടസ്സമാകരുത്. ഏത് നിമിഷം ഇവിടുന്ന് പോകണം. ഇപ്പോൾ പറഞ്ഞേ ഇതിനോ, പറയുന്നേ ഇപ്പോൾ ഇതിനോ. 2 എല്ലാം കുറിച്ച് വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഉൽപ്പത്തി 30:30 എൻ്റെ സ്വന്തം നാടിന് വേണ്ടി എപ്പോൾ ഞാൻ കരുതും. ഇനി എന്നാ സ്വന്തം നാടിന് വേണ്ടി കരുതുന്നതെന്ന് എന്ന് പറഞ്ഞാൽ സുവിശേഷ വേല ഇനിയും ചെയ്യുന്നതെന്നാ? ഇനി എന്നാ സുവിശേഷ വേല ചെയ്യുന്നത്? ഇനി എന്നാ ആത്മാക്കളെ നേടുന്നത്? ഇനി എന്നാ നിത്യതയ്ക്കായി കരുതുന്നത്? ഒരു കൊച്ചനും അമ്മയും കൂടെ, എനിക്ക് കുറേ കൂടെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ സമയത്ത് നിർത്തണമല്ലോ. ചന്തയിൽ പോയി, മാർക്കറ്റിൽ പോയി, ബേക്കറിയിൽ നിന്ന് നല്ല ഹലുവ വാങ്ങിക്കൊണ്ട് അമ്മ വന്നു. എന്നിട്ട് ഈ കൊച്ചിന് ഒരു കഷ്ണം മുറിച്ചു കൊടുത്തു ഹൽവ. ഈ ഹൽവ മധുരമുള്ളതാണ്, പക്ഷേ ഈ കൊച്ചൻ ഒന്ന് കടിക്കും കരയും, ഒന്ന് കടിക്കും കരയും, ഒന്ന് കടിക്കും കരയും. അമ്മ ചോദിച്ചു, എൻ്റെ കുഞ്ഞെ മധുരമുള്ള ഹലുവ നിന്നോട്ട് നീ നീ കരയുന്നേ? അവൻ പറഞ്ഞു, മമ്മി ഹലുവ നല്ലതാ, പക്ഷെ കടിക്കും തോറും തീരുക. മനസ്സിലായില്ലേ? ഓരോ ഞായറാഴ്ച കഴിയുമ്പോഴും തീരുക. നിങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നവരുടെ കാര്യം സുവിശേഷം ഇതാ. നിങ്ങൾ വിചാരിക്കുന്ന ഇത് കേൾക്കാനാണോ വിളിച്ചല്ലേ? അതായത് നമുക്കിനി ഈ ഭൂമിയിൽ എത്ര ദിവസം ഉണ്ടെന്നാണ് നമ്മൾ ചിന്തിച്ചേക്കുന്നത്? ദിവസം. ഒരു മനുഷ്യൻ്റെ ആയുസ് 70, ഏറെ ആയാൽ ഒന്ന് പറയുന്നേ 80. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭീമോനച്ചനുൾപ്പെടെ ഇനി എത്ര ദിവസം ഇവിടെ ഉണ്ടെന്ന് പറയാൻ പോവാ. ഞെട്ടരുത്. 10 വയസ്സിൽ തുടങ്ങാം. മനുഷ്യൻ്റെ ആയുസ് 80, 365 ദിവസമാണ്. 10 വയസ്സായ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ മോനെ നിനക്കിനി ഇവിടെ 25,550 ദിവസം. 80 വരെ ഉണ്ടല്ല കേട്ടോ, 25,550 ദിവസമുണ്ട്. 20 വയസ്സായെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇനിയും 21,900 ദിവസം കൂടെ ഉണ്ട്. 80 വരെ ഉണ്ടല്ല കേട്ടോ. 30 വയസ്സായെങ്കിൽ നിങ്ങൾക്കിനിയും 11,250 ദിവസം കൂടെ ഉള്ളൂ. 40 വയസ്സായെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇനിയും 14,600 ദിവസം കൂടെ ഉള്ളൂ. 50 വയസ്സായെങ്കിൽ വായിക്കണോ? ഇനിയും വായിക്കണോ മോനെ? വായിക്കണോടാ. 50 വയസ്സായെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇനിയും 10,950 ദിവസം കൂടെ ഉള്ളൂ. 80 വരെ ഉണ്ടല്ല. 60 വയസ്സായെങ്കിൽ നിങ്ങൾക്കിനി 7,300 ദിവസം കൂടെ ഉള്ളൂ. 70 വയസ്സായെങ്കിൽ നിങ്ങൾക്കിനി 3,650 ദിവസം കൂടെ ഉള്ളൂ. അത് മുഴുവൻ കുഴമ്പും ലേഖ്യവും പദ്യവും. 80 വയസ്സായെങ്കിൽ ദൈവം നിങ്ങളെ ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തട്ടെ. ഇത്രയേ ഉള്ളൂ. കടിക്കും തോറും ഓരോ ഞായറാഴ്ച കഴിയും തോറും പുറപ്പെട്ടിടത്തൂന്ന് ദൂരം കൂടിയൻ എത്തേണ്ടിടത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുക. ഇനി എന്ന് എൻ്റെ നിത്യതയ്ക്ക് വേണ്ടി ഞാൻ കരുതും. കൈ ഉയർത്തി ഒരു സ്തോത്രശക്തിയോട് പറയൂ. പിന്നെ അടുത്തത്, ഇവിടെ ഓരോരുത്തരും ചെയ്യുന്ന പോലെ നാം ചെയ്യരുത്. ആവർത്തനം 12:8-9 അത് വിവരിക്കാൻ നേരമില്ല. ഇവിടെ കാണിക്കുന്ന പോലെ നീ കാണിക്കരുത്. പിന്നെ ലോത്തിൻ്റെ ഭാര്യ ഓർത്തുകൊള്ളുവീൻ. ലൂക്കോസ് 17:32 എന്താ നമ്മുടെ കർത്താവ് പറഞ്ഞൊരു മുന്നറിയിപ്പാ. മിസ്റ്റർ ലോത്തിൻ്റെ വീട്ടിൽ പാർത്ത മിസ്സിസ് ലോത്ത് ഭക്തയാണെന്ന് എല്ലാവരും ചിന്തിച്ചു. പക്ഷെ കുടിയൊഴിക്കലിന് കാഹളം ധ്വനിച്ചപ്പോൾ ആരാരാന്ന് മനസ്സിലായത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. ഭാര്യയെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന ഭർത്താവിൻ്റെയും ഭർത്താവിനെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന ഭാര്യയുടെയും
അപ്പനെയും അമ്മയും കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന മക്കളുടെയും പുറംമൂടികൾ കാകളനാദത്തിങ്കൽ അഴിഞ്ഞു വീഴും. നമുക്ക് ഭക്തിയുടെ ആ അഭിനയമല്ല, ഭക്തിയുടെ അനുഭവം അത്ര വേണ്ടത്. യോത്തിന്റെ ഭാര്യയെ പോലാകല്ലേ. പിന്നെ പറഞ്ഞൊരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലാകരുത്. ഒരൂണ് ജ്യേഷ്ഠാവകാശം വിറ്റു. എന്തോ ഒരു ഊണ്. അവനെ വിശന്ന് കയറി വന്നപ്പം പായസം കണ്ടപ്പം പറഞ്ഞു തരാം, പക്ഷേ ജ്യേഷ്ഠാവകാശം തരണം. അവൻ ചോദിച്ചു, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനെന്ന് എന്ന് പറഞ്ഞാൽ ഈ ജ്യേഷ്ഠാവകാശം വില അവന് മനസ്സിലായില്ല. എന്താ ജ്യേഷ്ഠാവകാശം എന്ന് മനസ്സിലായോ? കുടുംബം, ഗോത്രം എന്നിവയുടെ ഭരണം, കുടുംബസ്വത്തിൽ ഇരട്ടിപ്പങ്ക്, മശിഹാ ജനനം. അതായത് ജ്യേഷ്ഠാവകാശം ആർക്കുണ്ടോ അവൻ്റെ വീട്ടിലാണ് യേശു ജനിക്കാൻ പോകുന്നത്, മിശിഹ. അവനൊരു പായസത്തിന് വിറ്റ് നിന്നത് യേശു കർത്താവിൻ്റെ വല്യപ്പച്ചനാകാനുള്ള ഭാഗ്യം. മക്കളെ, ഒരു പെണ്ണിനെ കെട്ടാൻ, ഒരു ചെറുക്കനെ കെട്ടാൻ ഈ നിത്യത കളയരുത്. അതേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. ഒരു ജ്യേഷ്ഠാവകാശം കളയരുത്. പിന്നെ സർപ്പം ഹവ്വായെ ഉഭയത്താൽ ചതിച്ചതുപോലെ ചതിക്കപ്പെടരുത്. രക്ഷിക്കപ്പെട്ടില്ലേലും കുഴപ്പമില്ല. കേട്ടോ മാന്യ സ്നേഹിതരെ, ദേശത്ത് വന്ന് നിങ്ങളെല്ലാം ഞാൻ കൈകൂപ്പി പറയാം. രക്ഷിക്കപ്പെട്ടില്ലേലും കുഴപ്പമില്ല, സ്നാനപ്പെട്ടില്ലേലും കുഴപ്പമില്ല, വേർപെട്ടില്ലേലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പിശാചി നിങ്ങളെ ചതിക്കരുത്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരിൽ മാനസാന്തരപ്പെടാൻ സ്നാനപ്പെടാൻ ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ യേശു കർത്താവായിരുന്നു. കരയേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ യേശുവായിരുന്നു. ഉപവസിക്കേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ യേശുവായിരുന്നു. ആത്മശക്തി ആവശ്യമില്ലാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ യേശു കർത്താവായിരുന്നു. മാതാപിതാക്കൾ കീഴ്പ്പെടേണ്ടാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ യേശുവായിരുന്നു. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീല വിട്ട് മടങ്ങി. യേശുവിന് ആത്മശക്തി ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് എത്രയധികം വേണം? യേശു കരഞ്ഞെങ്കിൽ നമ്മൾ കരയണ്ടേ? യേശു പ്രാർത്ഥിച്ചെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? യേശു യോഹന്നാനാൽ യോർദാൻ നദിയുടെ കലക്കവെള്ളത്തിലിറങ്ങി മുങ്ങി. ആ കലക്കവെള്ളത്തിൽ ഞാൻ ഇറങ്ങി നിന്നിട്ടുണ്ട്. ആ സ്ഥലത്തൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ആരും സ്നാനപ്പെട്ടില്ലെങ്കിലും നീ സ്നാനപ്പെടണം. കാരണം യേശുവാണ് നിന്റെ മാതൃക. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം. നിങ്ങൾ മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം. രണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിമജ്ജന സ്നാനം സ്വീകരിക്കണം. 3 വേർപാട് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. കൈ ഉയർത്തിയ ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറയാം. സർപ്പം അവയവയത്താൽ ചതിച്ചതുപോലെ ചതിക്കപ്പെടരുത്. പിന്നെ മനോഹര ദേശത്തെ നിരസിക്കരുത്. സങ്കീർത്തനം പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്കത് വേണ്ട എന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനം, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഏതാണ് അവസാനം എന്ന് പറയാമോ? വീടോടെടുത്തിട്ടും വീട്ടിലെത്തിയില്ലെന്ന് വരരുത്. ആ വാക്യം ഒന്ന് വായിക്കണം. ആരാ മോളെ ഒന്ന് വായിച്ചോ? ആരാ സിസ്റ്ററോ ആരാ വായിക്കുന്നത്? ജനസിസ്, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം വായിച്ച പുസ്തകം അടച്ചോ. 35-ാം അധ്യായം 16 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാട്ടെ. ബേത്ലഹേമെ എഫ്രാത്തിലെത്തുവാൻ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദനയുണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട്, ഭയപ്പെടേണ്ട, ഇത് ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. ബേത്ലഹേം എഫ്രാത്തോട് അടുത്തു, പക്ഷെ അവിടെ എത്താൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞൊരു വലിയ ഗൗരവമാണ്. എല്ലാ ദൈവദാസന്മാരും വീടോടടുത്തിട്ടും വീട്ടിലെത്തിയില്ല എന്ന് വരരുത്. നാം നമ്മുടെ നിത്യനാടിനോടടുക്കുന്നു, നിത്യ വീടിനോടടുക്കുന്നു. അവിടെ എത്താതെ വരരുത്. പഠിക്കൽ കുടമടിക്കരുത്. ഫൈനൽ റേസിൽ ഫിനിഷിംഗ് പോയിന്റിൽ ട്രാക്ക് തെറ്റരുത്. ദൈവവൈതലിനോട് എന്നുള്ള ദൂത അങ്ങെത്തണം കേട്ടോ, അങ്ങെത്തണം. നമുക്കെല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേൽക്കാം. അങ്ങെത്തണം. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനായി. കാത്തുപാർക്കുന്നുണ്ടു നാമും ചേർന്നിടും. എങ്ങനാ? ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി. ആനന്ദകരം നീട്ടി ഏറ്റവും പുഞ്ചിരി തൂകി. വിളിച്ചിടുന്നു പോകാം നമുക്ക്. വിളിച്ചിടുന്നു പോകാം നമുക്ക്. ഇവിടെ ഈ പാട്ട് പാടുമ്പോഴൊക്കെ ഒത്തിരിയിടങ്ങളിൽ വലിയ ദൈവശക്തി വ്യാപരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പാട്ട് പാടുമ്പോഴൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട്.
നമ്മളൊക്കെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിലും ഒക്കെ യാത്രയാക്കുന്നവരാണ്. യാത്രയാക്കുന്നവരൊക്കെ കരഞ്ഞുകൊണ്ടാണ് യാത്രയാക്കുന്നത്. പണ്ടൊക്കെ ഒത്തിരി കാലം കഴിഞ്ഞ മക്കളെ കാണും, കരഞ്ഞുകൊണ്ട് യാത്രയാക്കും. പക്ഷെ എയർപോർട്ടിൽ മക്കളെ സ്വീകരിക്കാൻ നിൽക്കുന്ന അപ്പം കരയുന്ന കാണാം, അല്ലേ? അല്ലേ? അമ്മ കരയുന്ന കാണാം. അതെന്താ? സ്വീകരിക്കാൻ നിൽക്കുന്ന അപ്പം കരയുന്നത് സങ്കടത്തിൻ്റെ കണ്ണുനീരല്ല, കുഞ്ഞിനെ കണ്ട ആനന്ദത്തിൻ്റെ കണ്ണുനീരാ. എല്ലാവരും ഒന്നിച്ചൊരു സഹോദരൻ പറഞ്ഞേ. വെളിപ്പാട് പുസ്തകം പറയും, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന്. ഞാൻ ചോദിച്ചു, കർത്താവേ, സ്വർഗത്തിൽ എന്ത് കണ്ണുനീര്? സ്വർഗത്തിൽ ചെല്ലുന്ന ഓരോ ദൈവ പൈതലും ഇവിടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണുമ്പോൾ അവൻ്റെ കണ്ണ് നിറയും. നമ്മുടെ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ മാർവോട് ചേർത്ത് പിടിക്കും. സ്വർഗത്തിലെത്തുമ്പോൾ നമ്മുടെ യേശുപ്പച്ചൻ്റെ മാർവോട് ചേർന്നിരിക്കും. അപ്പൊ അവൻ്റെ മാർവിലെ മുറിവുകൾ എനിക്കായി മുറിഞ്ഞവനെ കാണുമ്പോൾ ഞാൻ കരഞ്ഞിടും. കർത്താവിന്റെ മാർവോട് ചേർന്നൊരു ദൈവം നിൽക്കുമ്പോൾ അവൻ കരയും. അവനൊന്നും പറയാനില്ല യേശുപ്പച്ചനോട്. അപ്പൊ യേശുപ്പച്ചൻ മാർവോട് ചേർത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് കണ്ണുനീര് തുടയ്ക്കും. അതോടുകൂടി കണ്ണുനീർ വരുത്തുന്ന ഒരു കണ്ണുനീർ ഗ്രന്ഥിയുണ്ട്, അത് തുടച്ചു കളയും. ഇനി മരണമുണ്ടാകില്ല, ഇനി ദുഃഖമുണ്ടാകില്ല, ഇനി മുറവിളി ഉണ്ടാകില്ല. ഇതാ ഞങ്ങളുടെ പ്രത്യാശ. ഇതാ ഞങ്ങളുടെ പ്രത്യാശ. ഇനി ദുഃഖമുണ്ടാകില്ല, ഇനി മുറവിളി ഉണ്ടാകില്ല, സെമിത്തേരിയിലെ ശവമടക്കില്ല, യാത്രയിപ്പില്ല. ഞാൻ ചോദിക്കട്ടെ, 2 വർഷം മുമ്പ് കാണാതായ മോനെ കാണുമ്പോൾ കണ്ണ് നിറയുമെങ്കിൽ 10 വർഷം മുമ്പ് നീ യാത്രയാക്കി നിന്റെ അപ്പനെ, നിന്റെ അമ്മയെ, നിന്റെ മോനെ, നിന്റെ പാസ്റ്ററിനെ കാണുമ്പം കണ്ണ് നിറയില്ലേ? ചിലരിപ്പോൾ ഒരു ഉപദേശം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്, അവിടെ അങ്ങ് ചെന്ന് ആർക്കും അറിയത്തില്ലെന്ന്. എന്തോ ഒരു മണ്ടത്തരമാണ്. അത് കേട്ടിട്ട് ആമേൻ പറയാൻ കുറേ എണ്ണം. പൗലോസിനെ തിരിച്ചറിയില്ലേ? പത്രോസിനെ തിരിച്ചറിയില്ലേ? പിന്നെന്തോടെ പ്രതിഫലം? ആ ദിവസം കർത്താവ് തരും. പക്ഷെ ഫീലിങ്സ് ഇല്ല ഇവിടുത്തെ പോലെ. ഭീമോനച്ചനെ അറിയില്ലേ? സകല വിശുദ്ധന്മാരും തമ്മിൽ തിരിച്ചറിയും. അതല്ലേ നമ്മുടെ പ്രത്യാശ. നീ അങ്ങ് പോവാന്ന് പറഞ്ഞു വിടുകയാണോ? മറുകരയിൽ നമ്മൾ കണ്ടിടും, മറുവിലയായി തന്നവനെ, നമ്മുടെ പ്രിയരെ അവിടെ കാണും. കണ്ണടച്ചായി പ്രാർത്ഥിക്കാം, സമയം പോയി. ഈ രാത്രിയിൽ കർത്താവ് എന്നാ പോവോ? മരണപ്പെടെന്നറിയില്ല. യേശുവോടൊപ്പം ആയിരിക്കുമോ? കണ്ണടച്ചേ. ഒരു കൈ ചങ്കിനെ ചേർത്ത് പിടിച്ചോ, നെഞ്ചോട് ചേർത്ത് പിടിച്ചു കരഞ്ഞോണ്ട് പറ, യേശുവേ എന്ന് വിളി. എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണമെന്ന് പറ. എനിക്കെൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണണം. ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകല്ലേ. എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ എന്ന് പറ. എല്ലാ ദൈവമക്കളും യേശുവേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് പറ. നിന്റെ വരവെപ്പോഴാണേലും എൻ്റെ മരണം എപ്പോഴാണേലും എനിക്ക് എൻ്റെ കർത്താവിനോടൊപ്പം ആയിരിക്കണം. അതിനായി എന്നെ സമർപ്പിക്കുന്ന പറയുന്നവർ മാത്രം ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടാൻ എന്നെ സമർപ്പിക്കുന്നു. എന്നെ കഴുകണമേ കർത്താവേ. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. അവിടുത്തെ കൈ ഞങ്ങളെ തൊടണമേ. ഈ രാത്രി നിന്റെ ശുദ്ധീകരണത്തിൻ്റെ കർത്താവേ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. നിന്റെ കരം ഞങ്ങളെ തൊടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് യോഗം അവസാനിപ്പിക്കാൻ പോകുകയാണ്. എല്ലാ കണ്ണുമടച്ചേ. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? 2026 25 വിട്ടുപോകാൻ പോവാ. എത്ര ദിവസം കൊണ്ടെന്നറിയില്ല. ആ 31 വരെ ആര് കാണുമെന്നൊന്നും അറിയത്തില്ല. ദൈവം നമ്മുടെ ആയുസ് ദീർഘമാക്കി. മക്കളെ, രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും അകത്തുണ്ടോ? ഏറിയ പങ്ക് ദൈവമക്കളാണെന്ന് എനിക്കറിയാം. പക്ഷെ ചെറുപ്പക്കാരിൽ, കുഞ്ഞുങ്ങളിൽ, പ്രായമായവരിൽ രക്ഷിക്കപ്പെട്ടിട്ടും
സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരവസരം ഞാൻ തന്നില്ലെന്ന് വരരുത്. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. കർത്താവിൻ്റെ വരവ് മുമ്പ്, എൻ്റെ മരണത്തിന് മുമ്പ് ദൈവം ഒരവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. എനിക്ക് വേണ്ടി ദൈവദാസൻ പ്രാർത്ഥിക്കണമെന്ന്. രക്ഷിക്കപ്പെട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഈ രാത്രി സ്നാനപ്പെടാൻ വേണ്ടിയല്ല, സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. എല്ലാ കണ്ണുടച്ചാടും. നന്നായി, കുഞ്ഞുങ്ങളോ പ്രായമായവരോ നന്നായി കൈ ഉയർത്തിപ്പിടിക്കണം. എന്നാലേ കാണത്തുള്ളൂ. എനിക്ക് കർത്താവിനോട് ചേരാൻ, അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. നന്നായി മക്കളെ കൈ ഉയർത്തിപ്പിടി. യേശു കർത്താവ് നിങ്ങളെ കാണട്ടെ. ഇന്ന് രാത്രി ദൈവകരം നിങ്ങളെ തൊടുന്ന രാത്രിയായി മാറട്ടെ. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുള്ള കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, പ്രായമായവർ കൈകൾ ഉയർത്തിപ്പിടിക്കൂ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങാൻ ഞാൻ കൽപ്പിക്കുന്നു. അങ്ങ് ജലത്തിൽ സാക്ഷിച്ച് വേർപാടിൻ്റെ വിശുദ്ധിയിൽ അങ്ങ് ആരതിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൃപ നൽകണം. അവിടുത്തെ കരവരെ തൊട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. എല്ലാവരും കൈയൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. വളരെ ചെറുപ്പമുള്ള കുഞ്ഞുങ്ങളാണ്, അവർ കൈപൊക്കി. ബാക്കി നിങ്ങൾ ചെയ്തോണം. കാരണമേ, DL മൂടി പ്രസംഗിച്ചിട്ട് വന്ന് ഭാര്യ ചോദിച്ചു എത്ര പേർ രക്ഷിക്കപ്പെട്ടെന്ന്. അദ്ദേഹം പറഞ്ഞ 5.5 ആളുകളെന്ന്. നിങ്ങൾക്ക് എന്താ തോന്നി 5.5 എന്ന് കേട്ടപ്പോൾ? 5 പിള്ളേരും 5 പ്രായമായവരും. എങ്ങനെയാ നിങ്ങൾക്ക് തോന്നിയേ? അങ്ങനെ പ്രായമായ 5 പേരും ഒരു കുഞ്ഞും 5.5. DL മൂടി പറഞ്ഞില്ല, നോ 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 നോ, 5 കുഞ്ഞുങ്ങളുടെ മാനസാന്തരപ്പെട്ടു. 60-കാരൻ മാനസാന്തരപ്പെട്ട ഇനി എത്ര നാളിലൂടെ കർത്താവിനുണ്ട്? 70-കാരൻ സ്നാനപ്പെടാൻ സ്വീകരിച്ച് എത്ര നാളിലൂടെ കർത്താവിന് കിട്ടും? ഒരു 13 വയസ്സുകാരി കർത്താവിനായി സമർപ്പിച്ചാൽ അവൻ്റെ മുഴുവൻ ആയുസ്സും ദൈവത്തിനുള്ളതാണ്. ചാടനം അത് കാണുമ്പോൾ കർത്താവിന് സന്നിധി. ഒന്നുകൂടെ നന്നായി നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി കൈയടിച്ച് ആരൊക്കെ സ്നാനപ്പെടാൻ തീരുമാനിച്ചോ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ വേല ചെയ്യാൻ തയ്യാറുണ്ടോ? എത്ര നാളുണ്ട് ഈ ഭൂമിയിൽ? യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചേ. എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഞാൻ പറയുമെന്ന് പറയുന്നവർ കൈ ഉയർത്തിപ്പിടി. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. അതോടൊപ്പം രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. കടഭാരമുള്ളവർക്കായി പ്രാർത്ഥിക്കാൻ പോകുക. അടയപ്പെട്ട വാതിൽ ദൈവം നിങ്ങൾക്കായി തുറക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളുടെ വേദന, ഭാരം അടിയറിഞ്ഞുകൂടാ, അങ്ങക്കറിയാം. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ അഴിക്കപ്പെടുന്ന വചനപ്രകാരം അഭിഷക്തനാടിയൻ സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പ്രാപിച്ച നാസറേയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. നിന്റെ കവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഒന്നുകൂടെ കരമടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ പാട്ടിൻ്റെ 2 അടി നമ്മൾ പാടുക. എനിക്കറിയാം 10 മിനിറ്റ് മുമ്പോട്ട് പോയി. ഈ പാട്ട് പാടുമ്പോഴൊക്കെ ഞാൻ അറിയാതെ കരയും. കാരണം ഞാൻ ഇടയാറുമുള്ള സഭ നിങ്ങൾക്കറിയാം, ഞാൻ സ്ഥാപിച്ചതാണ്. അവിടുത്തെ വിശ്വാസികളാണ് സാമുവൊക്കെ, അവിടുത്തെ പപ്പായും അവിടെ ഉള്ള ദൈവമക്കളെ. ഞാനിവിടെ ദൈവവനം ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് ഞാനവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന്, അന്നെല്ലാം തറയിരിക്കുന്ന ആളുകളാണ്, മുമ്പിൽ നിന്നൊരു ദൈവദാസൻ, 3 കുഞ്ഞുങ്ങളുടെ അപ്പൻ, കത്തോലിക്ക വിട്ട് അച്ചമ്പട്ടം വിട്ട് ഇറങ്ങിയവനാ. അദ്ദേഹം ഒരു പ്രത്യാശയുടെ പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം താഴോട്ട് വീഴാൻ പോകുന്നതായി എനിക്ക് തോന്നി. കർത്താവ് പറഞ്ഞു, മോനെ കൈ നീട്ടി കൊടുക്കണം. ഞാൻ കൈ നീട്ടി, എൻ്റെ കയ്യിലേക്ക് മനുഷ്യൻ വീണു. എൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം നിത്യത്തിലേക്ക് പറന്നുപോയി. ഈ പാട്ട് പാടുമ്പോൾ ഞാൻ ആ മനുഷ്യനെ ഓർക്കും. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തു പാർക്കുന്നുണ്ട് നാമം ചേർന്നിടുവാനായി. അങ്ങനെ എത്ര വിശുദ്ധന്മാരെ പോയി വരാന്ന് പറഞ്ഞ് യാത്രയാക്കി. ഈ സെമിത്തേരിയിൽ നിന്നൊക്കെ കിടക്കുന്ന ഭക്തർ ഉയർക്കും. നമ്മുടെ പ്രത്യാശ അതാണ്.